തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. അജ്ഞാനമാകുന്ന അന്ധകാരം, ഇരുട്ട് അല്ലെങ്കിൽ തിമിരം അല്ലേ, ഈ തിമിരം വന്ന് നമ്മുടെ കാഴ്ചയെ മറയ്ക്കുമ്പോൾ ആ ഇരുട്ടിൻ്റെ ലോകത്തിൽ നിന്ന്, അറിവില്ലായ്മയുടെ ലോകത്തിൽ നിന്ന് അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ മിഴിപ്പിച്ച് തുറപ്പിച്ച് തരുന്ന ആളാണ് ഗുരുനാഥൻ. അപ്പോൾ ഗുരുനാഥൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഗുരുനാഥൻ്റെ അനുഗ്രഹത്തെയാണ് ഗുരുത്വം എന്ന് നമ്മൾ സാധാരണ പറയും. ഗുരുത്വം വേണമെന്നൊക്കെ പറയും അല്ലേ. ഈ ഗുരുത്വമാണ് പറഞ്ഞ് നമ്മൾ വേറൊരു വാക്കാ പറയുക, കുരുത്തം അല്ലേ. പിന്നെ ഒന്നും കൂടി ചേർക്കും, അത് പോട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ചേർത്തിട്ട് നമ്മൾ പറയുക, കുരുത്തം എന്നാണ് പറയുക. ഈ കുരുത്തമാണ് ശരിക്കും എന്ത് ഗുരുത്വം, അത് തന്നെയാണ് ഗുരുത്വം. അപ്പോൾ ജീവിതത്തിൽ ആ ഗുരുനാഥ സ്വരൂപത്തിലുള്ള അനുഗ്രഹം വേണം. അങ്ങനെയാണ് ഈ ആശ്രമങ്ങളെയും ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെയൊക്കെ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുക. അപ്പോൾ ജീവിതത്തിൻ്റെ ആയുസ്സിനെ ഒരു 4 പങ്കാക്കി മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ആദ്യത്തെ കാൽഭാഗം ബ്രഹ്മചര്യാശ്രമം അനുഷ്ഠിക്കണം എന്നാണ്. ഇപ്പം ബ്രഹ്മചാരി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താ, വിവാഹം കഴിക്കാതിരുന്നാൽ അവൻ ബ്രഹ്മചാരിയായി. അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. വിവാഹം കഴിച്ചാലും ആരാവാം, ബ്രഹ്മചാരിയായിട്ട് തുടരാം. മനസ്സിനാ പ്രത്യേകത. ബ്രഹ്മഭാവേ മനശ്ചാരം ബ്രഹ്മചര്യം പ്രചക്ഷതേ. വിവാഹത്തിനുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല. മനസ്സെപ്പോഴും ബ്രഹ്മത്തിൽ ചാരി നിന്നാൽ, അല്ലെങ്കിൽ ഈശ്വരസ്മരണയോടുകൂടി നിന്നാൽ ആ ഭാവത്തെയാണ് ബ്രഹ്മചാരിത്വം എന്ന് പറയുക. അദ്ദേഹത്തിന് മറ്റ് ചിന്തകളൊന്നും ഉണ്ടാവില്ല. എന്ത് ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ? പഠനം, അധ്യയനം മാത്രം അല്ലേ. ശ്രവണ മനന നിധിധ്യാസനം എന്ന് പറയും. കേൾക്കുക, ആ കേട്ടതിനെ വീണ്ടും 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 ആവർത്തിച്ച് ഉറപ്പിക്കുക, അതാണ് മനനം അല്ലേ. ഇപ്പോൾ ഇന്ന് രാമായണ പ്രഭാഷണം കേട്ട് വീട്ടിൽ പോയാൽ എന്ത് ചെയ്യണമെന്നറിയോ? ഇന്ന് കേട്ടതിനെയൊക്കെ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുക, അതിനെ തന്നെ അധ്യയനം ചെയ്യുക. അതാണ് ബ്രഹ്മചാരിയുടെ ഒരു ധർമ്മം. അദ്ദേഹം അങ്ങനെ ചെയ്യേണ്ടത്. അപ്പം നന്നായിട്ട് ഈ ധാർമ്മികമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് അടുത്ത ആശ്രമത്തിലേക്ക് പ്രവേശിക്കാം. അടുത്ത ആശ്രമം എന്താ? ഗാർഹസ്ഥ്യം അല്ലേ. ഇപ്പം നോക്കൂ, ഇപ്പോൾ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ അന്ന് പഠിപ്പിക്കേണ്ട ഭാഗങ്ങളൊക്കെ അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കെങ്കിലും വേണ്ടേ ചുരുങ്ങിയത്? അല്ലെ, ഇന്നിപ്പോൾ എന്താ പഠിപ്പിക്കേണ്ടത് അല്ലേ. മാത്രമല്ല, എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണോ, ഇതൊക്കെ അധ്യാപകൻ മുൻകൂട്ടി ഒരു ഹോംവർക്ക് ചെയ്തിട്ട് വേണം കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുക്കാൻ അല്ലേ. അപ്പോൾ അതൊരു ഒരുങ്ങലാണ്. ഇപ്പോൾ ഇന്നിവിടെ പ്രഭാഷണത്തിൽ വരുമ്പോൾ എന്ത് വേണം, ഒന്ന് വായിച്ചൊക്കെ നോക്കി ഏത് ഭാഗം പറയേണ്ടത് എന്താ, ഇതൊക്കെ ഒരു ധാരണയോട് കൂടിയിട്ട് വേണം വരാൻ. അതുപോലെ ഗാർഹസ്ഥ്യ ജീവിതം നയിക്കുന്നതിനുള്ളൊരു മുന്നൊരുക്കമാണ് ബ്രഹ്മചര്യാശ്രമം. അപ്പോൾ ആ നിഷ്ഠ കൊണ്ട് അവനകത്ത് ചൈതന്യം, തേജസ്, ഊർജ്ജമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് നല്ല ഗൃഹസ്ഥനായിട്ട് മാറാൻ കഴിയും. എന്താ, ഈ 4 ആശ്രമങ്ങളിലും വെച്ച് ഏറ്റവും പ്രയാസമുള്ള ഒരു ആശ്രമമാണ് ഗൃഹസ്ഥാശ്രമം. ബാക്കിയൊക്കെ കുറച്ച് എളുപ്പമാണ് അല്ലേ. ബ്രഹ്മചാരിക്ക് ഇപ്പം എന്താ, വേറൊന്നും നോക്കണ്ട, പഠിച്ചാൽ മതി, ഭക്ഷണം ഉണ്ടോ നോക്കണ്ട, ഭിക്ഷ രൂപത്തിൽ അത് കിട്ടും അല്ലേ. വേറൊന്നും അദ്ദേഹം ശ്രദ്ധിക്കേണ്ട, അദ്ദേഹത്തിന് പഠിക്കുക, അത് മാത്രമേ വേണ്ടൂ. വാനപ്രസ്ഥനും സുഖമാണ്. എന്താ, ഒന്നിലും ഇടപെടേണ്ട, ആഹാരം കിട്ടിയാൽ അത് കഴിച്ചോളാം. സന്യാസിക്കോ വേറൊന്നും നോക്കാല്ല, ശരീരത്തെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അതിൻ്റെ അപ്പുറം ഒന്നും നോക്കണ്ട. എന്നാൽ ഗൃഹസ്ഥന് എന്തൊക്കെ വേണമെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഗൃഹസ്ഥാശ്രമികളാണല്ലോ. അപ്പോൾ ഇവിടെ ഞായറാഴ്ച ഈ അമ്മയുടെ മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കുമ്പോഴും മനസ്സുകൊണ്ട് ഒരുപാട് ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടാവും. ഇവിടെ ഇരുന്നു കൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. എന്താ കാരണം? അത്ര പ്രയാസമാണ് ഗാർഹസ്ഥ്യ ജീവിതം. തസ്മാത് ജ്യേഷ്ഠാശ്രമോ ഗൃഹി എന്ന് പറയും. ഈ 4 ആശ്രമങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പ്രയാസമേറിയ ആശ്രമമാണ് ഗാർഹസ്ഥ്യം. ഒരു സ്ഥലത്ത് മാത്രമാണ് ഗൃഹസ്ഥാശ്രമം നല്ല സ്വസ്ഥത ഉള്ളതാന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു സ്ഥലത്ത് മാത്രം പറയും നല്ല സ്വസ്ഥമായിട്ടുള്ള കാര്യമാണ് എന്ത്, ഗൃഹസ്ഥാശ്രമം. എവിടെയെന്നറിയോ? ആധാരം എഴുതുമ്പോൾ പറയും. ആധാരത്തിൽ ജോലി എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലെങ്കിൽ എഴുതും സ്വസ്ഥം ഗൃഹഭരണം എന്നാണ് എഴുതി വയ്ക്കുക. സ്വസ്ഥം ഗൃഹഭരണം. ഒരു സ്വസ്ഥത ഇല്ലാത്തതാണ് എന്ത്, ഗൃഹഭരണം അല്ലേ. പക്ഷെ ആധാരത്തിൽ എഴുതി വയ്ക്കും ഇവിടെ സ്വസ്ഥത ഉണ്ട്. അത് ആധാരത്തിലേ ഉള്ളൂ, ജീവിതത്തിൽ വലിയ സ്വസ്ഥതയൊന്നുമില്ല. അപ്പോൾ ബ്രഹ്മചര്യാശ്രമം നന്നായിട്ട് ആചരിച്ച ഒരാൾക്ക് ഗൃഹസ്ഥാശ്രമത്തിൽ വരുന്ന പ്രയാസങ്ങളൊക്കെ തൻ്റെ ഇടത്തോടു കൂടി തരണം ചെയ്യാൻ സാധിക്കും.
അല്ലേ? മഹായജ്ഞങ്ങളൊക്കെ പറയില്ലേ? നൃയജ്ഞം, ഭൂതയജ്ഞം, ഋഷിയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം എന്നൊക്കെ പറയും. ഇതൊക്കെ ആര് ചെയ്യണം? ഗൃഹസ്ഥൻ ചെയ്യണം. അവനവൻ്റെ കാര്യം മാത്രമല്ല, അവനവനെ ആശ്രയിച്ച് നിൽക്കുന്ന കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. പോരാ, ആ വീട്ടിലുള്ള അല്ലെങ്കിൽ ആ ചുറ്റുവട്ടത്തുള്ള മറ്റ് ജീവികളെ പോലും ഈ ഗൃഹസ്ഥൻ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം എന്നാ. വിശാലമായ അർത്ഥത്തിൽ ഇപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇതെൻ്റെ വീട് എന്ന് ഞാൻ അഭിമാനിക്കുമ്പോൾ, എൻ്റെ വീട്ടിലുള്ള എലികളും അല്ലേ, കൂറകളും ഉറുമ്പും പൂച്ചയും ഒക്കെ വിചാരിക്കേണ്ടത് ഇതെൻ്റെ വീട്. രാത്രി അടുക്കളയൊക്കെ അടച്ചിട്ടൊരു 12 മണിക്ക് വെറുതെ അടുക്കളയിലൊന്ന് പോയി നോക്കൂ. നമ്മുടെ അടുക്കളയെന്ന് വിചാരിച്ച സ്ഥലത്ത് കാണാം വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ഓടി നടക്കണം. അവരെന്താ വിചാരിക്കുക? ഇതെൻ്റെ അടുക്കള, ഈ അലമാരൊക്കെ എൻ്റെയാണ്, കൂറകളൊക്കെ അതിനുള്ളിൽ കൂടെ കൂടുന്നത് കാണാം അല്ലേ? അപ്പോൾ അവരെ കൂടി സംരക്ഷിക്കേണ്ട ബാധ്യത ശരിക്കും ആർക്കുണ്ട്? അത്രേ ഒരു ഗൃഹസ്ഥനുണ്ടെന്നാ. അപ്പോൾ നോക്കൂ, അതുകൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ പാചകം ചെയ്താൽ ഒരു പിടി അന്നം പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കും. എന്താ? ഈ ജീവികളൊക്കെ ഭക്ഷിക്കട്ടെ. നല്ല വേനൽക്കാലത്ത് കുറച്ച് വെള്ളമൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് പുറത്ത് വയ്ക്കുക, ഏതെങ്കിലും ജീവികൾ അത് കുടിക്കട്ടെ. നോക്കൂ, ഇതൊക്കെ ഗൃഹസ്ഥന ധർമ്മമാണ്. അതിഥി ദേവോ ഭവ. വീട്ടിലേക്ക് വരുന്ന ആൾ ആരോ ആവട്ടെ, അവരെയൊക്കെ എന്ത് ചെയ്തോളുക? ഈശ്വരഭാവത്തിൽ സൽക്കരിക്കുക. അപ്പോൾ അങ്ങനെ നല്ല ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാൽ അടുത്ത വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നു. എന്താ വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ കാട്ടുപോകലൊന്നുമല്ല. നിവൃത്തരാഗസ്യ ഗൃഹം തപോവനം. ഈ രാഗങ്ങൾ അല്ലെങ്കിൽ ഇതിനോടൊക്കെയുള്ള അമിതമായ ബന്ധം മാറ്റി നിർത്തുമ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സന്യാസത്തെ കുറേശ്ശെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിശീലിക്കാൻ പറ്റും. എന്താ സന്യാസം എന്ന് പറഞ്ഞാൽ? സംന്യാസം എന്നാ പറയുക. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കലാണ് സന്യാസം. അപ്പോൾ എന്തുണ്ടാവും? നമ്മുടെ ചില നിർബന്ധ ബുദ്ധി ഉണ്ടാവും അല്ലേ? പറയില്ല, എനിക്ക് രാവിലെ 6 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചായ കിട്ടിയേ പറ്റൂ. അതൊരു നിർബന്ധ ബുദ്ധിയാണ്. ഇഡ്ഡലി ആണെങ്കിൽ ചട്ടിണിയും വേണം, സാമ്പാറും വേണം, കുറച്ച് ഉള്ളി സമ്മന്തിയും വേണം. ഇതൊക്കെ നമ്മുടെ നിർബന്ധമാണ്. പക്ഷേ അതൊക്കെ ഒന്ന് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഇഡ്ഡലി മാത്രമേ ഉണ്ടാവുള്ളൂ, ചട്ടിണി ഉണ്ടാവില്ല, സാമ്പാർ. അപ്പം അത് കഴിക്കുക അല്ലേ? വിശപ്പ് മാറില്ലേ? മാറും. അപ്പം അങ്ങനെ വാനപ്രസ്ഥനായിട്ട് തുടരുന്നു. അതും കഴിഞ്ഞാലോ സന്യാസാശ്രമത്തിലേക്കാണ് നമ്മൾ പോവുക. അവിടെ യാതൊരു നിർബന്ധ ബുദ്ധികളും ഇല്ല. ശരീരത്തെ മാത്രം, അവനവൻ്റെ ശരീരത്തെ മാത്രം നോക്കുക. എന്തിന്? ഈ ധർമ്മം ആചരിക്കാൻ. സന്യാസാശ്രമത്തിൻ്റെ അവസാനമൊക്കെ എത്തുമ്പോഴേക്കും അവധൂത വൃത്തി എന്നൊക്കെ പറയും. അപ്പോൾ അവനവൻ്റെ ശരീരത്തെ പോലും നോക്കേണ്ടതില്ല. മുറിവ് വന്നാൽ പോലും അതിന് പരിചരിക്കേണ്ടതില്ല. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ സാധിക്കാൻ വേണ്ടി 4 ആശ്രമങ്ങൾ. ഇതൊക്കെയാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചിട്ട. എന്നാൽ ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞാലൊന്നും പെട്ടെന്ന് നമുക്കത് ഉൾക്കൊള്ളാനൊന്നും സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്തു? അതിനെ ചില ഉപദേശങ്ങളൊക്കെ ആകിയിട്ട് കഥകളുടെയും ഐതിഹ്യങ്ങളുടെയും ചരിത്രങ്ങളുടെയും പുരാവൃത്തങ്ങളുടെയും ഒക്കെ ഒരു മേമ്പൊടി ചേർത്തുകൊണ്ട് കേട്ടാസ്വദിക്കാനും അല്ലേ വായിച്ച് മനസ്സിലാക്കാനും സുഖത്തിനൊക്കെ വേണ്ടി ഒരു ഗ്രന്ഥരൂപത്തിലൊക്കെ നിർമ്മിച്ച് നമുക്ക് തന്നു. അതാണ് ഇതിഹാസം. ഇപ്പോൾ ഇതിഹാസം എന്ന് പറയാനാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. 2 ഇതിഹാസങ്ങളാണ് നമ്മുടെ മുമ്പിൽ. നമുക്കറിയാം, ഒന്ന് രാമായണവും മറ്റൊന്ന് മഹാഭാരതവും. ഇപ്പം രാമായണ മഹാഭാരതങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്നറിയോ? ധർമാർത്ഥ കാമമോക്ഷങ്ങൾ. ഇതിഹ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഉപദേശം എന്ന ഉപദേശം. അപ്പോൾ ഇതിഹാസം എന്നതിൻ്റെ ഒരു വ്യാഖ്യാനം ഇതിഹ അസ്തീതി, അതായത് ഉപദേശങ്ങളടങ്ങിയ ഗ്രന്ഥമാണ് ഇതിഹാസം. ഇപ്പം രാമായണം ഒന്ന് എടുത്തു നോക്കൂ, എത്ര ഉപദേശങ്ങളാണ് നമ്മൾ കാണുക അല്ലേ? എല്ലാ തവണയും പ്രഭാഷണത്തിൽ നമ്മൾ പറയും, രാമായണത്തെ പഠിക്കുമ്പോൾ ഈ ഉപദേശങ്ങളൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം എത്ര ഉപദേശങ്ങൾ ഇപ്പോൾ ഇതുവരെ നമ്മൾ കേട്ടു. യുദ്ധകാണ്ഡത്തിലെത്തി നിൽക്കുക. അപ്പോൾ നമ്മൾ എത്ര ഉപദേശങ്ങൾ കേട്ടു. ലക്ഷ്മണന് തന്നെ ശ്രീരാമചന്ദ്രസ്വാമി 3 എണ്ണം പറഞ്ഞ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ആദ്യം ആ വിച്ഛിന്ന അഭിഷേകം മുടങ്ങിയ സമയത്ത് വളരെ ക്രുദ്ധനായിക്കൊണ്ട് വൃദ്ധകാമുകനായിരിക്കുന്ന, ഭ്രാന്തചിത്തനായിരിക്കുന്ന, ജഡനായിരിക്കുന്ന അച്ഛൻ്റെ വാക്കുകളൊന്നും ജ്യേഷ്ഠ നമ്മൾ കൈക്കൊള്ളേണ്ടതില്ല. അദ്ദേഹത്തിന് പ്രായമായില്ലേ? ആ കൈകേയി അമ്മയുടെ സൗന്ദര്യത്തിലൊക്കെ മയങ്ങിയിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയാണ്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. എന്നിട്ട് അതിനൊക്കെ കൂട്ടു നിൽക്കാൻ നമ്മുടെ ഗുരുനാഥനായിരിക്കണം വസിഷ്ഠനും. ജ്യേഷ്ഠ, അച്ഛനെയും ഗുരുനാഥനെയും ഞാനിതാ ഈ തൂണിൽ പിടിച്ച് കെട്ടിയിട്ട് അങ്ങയുടെ പട്ടാഭിഷേകം ഞാൻ നടത്തുമെന്ന് പറഞ്ഞ്
അല്ലേ ആ പൗരുഷത്തോടു കൂടി നിൽക്കുന്ന ലക്ഷ്മണകുമാരനോട് ശ്രീരാമചന്ദ്രസ്വാമിയുടെ ആദ്യത്തെ ഉപദേശം, വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ, നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയം, എങ്കിലും ഒന്നിതു കേൾക്ക നീ, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ, വന്യസന്തപ്തലോഹസ്താംബുബിന്ദുനാ സന്നിഭം, മർത്യജന്മം ക്ഷണഭംഗുരം. എത്ര ലളിതായിട്ടാണ് പറഞ്ഞത് അല്ലേ? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ. ചുട്ടുപഴുപ്പിച്ച ഒരു ഇരുമ്പ് കഷ്ണത്തിന് മുകളിൽ ഒരു തുള്ളി വെള്ളം കുടഞ്ഞാൽ ആ വെള്ളത്തുള്ളിക്ക് എത്ര ആയുസ്സുണ്ട് എന്നാ അല്ലേ? നോക്കി നിൽക്കെ ഷീന്നൊരു ശബ്ദം കേൾക്കാം, ആ തുള്ളിയൊക്കെ ആവിയായിട്ട് പോയി. അതുപോലെയാണ് പാന്തർ പെരുവഴിയമ്പലം തന്നിലേ താന്തരായി കൂടി, വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും, എത്രയും ചഞ്ചലം ആലയ സംഗമം. നോക്കൂ, നമ്മളൊക്കെ ഇവിടെ വന്നുകൂടി ബന്ധങ്ങളൊക്കെ ആയി അല്ലേ? ഇതൊക്കെ ഇവിടെ വന്ന ശേഷമുള്ള ബന്ധങ്ങളാണ് അല്ലേ? ആ ബന്ധങ്ങളൊക്കെ എന്തു തന്നെ ചെയ്യേണ്ടി വരും? ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് വരും. ഏതുപോലെ യാത്രയിൽ ഏതെങ്കിലും ഒരു സത്രത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ പല ദിക്കിൽ നിന്നും വന്നവർ ഒരുമിച്ച് കൂടും. അന്ന് രാത്രി അവർ കഥകളൊക്കെ പറഞ്ഞ് ഒരുമിച്ചിരിക്കും. കൊണ്ടുവന്ന പൊതിച്ചോറൊക്കെ അഴിച്ച് പരസ്പരം അല്ലേ പങ്കുവെച്ചൊക്കെ ഭക്ഷിക്കും. വിശേഷങ്ങളൊക്കെ ചോദിക്കും. പിരിയാൻ പറ്റാത്ത രീതിയിൽ മനസ്സുകൊണ്ടൊക്കെ അടുക്കും. പക്ഷെ അടുത്ത ദിവസം രാവിലെ ആയാലോ തെക്കോട്ട് പോകേണ്ട ആൾ തെക്കോട്ട്, വടക്കോട്ട് പോകേണ്ട ആൾ വടക്കോട്ട്. ആ ബന്ധം അതോടുകൂടി കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മളൊക്കെ. ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം സഗ്മഭൃത്യം ഭുവം ച സമസ്തം പരിത്യജ്യ കഷ്ടം ഏകോ ഗമിഷ്യാമി ദുഃഖേണ ദൂരം കിലാഹം. ഏകോ ഗമിഷ്യാമി, ഒറ്റയ്ക്ക് വന്ന ഒരാൾ ഒറ്റയ്ക്ക് തന്നെ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ നോക്കൂ, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ ലക്ഷ്മണോപദേശം. രണ്ടാമത് എന്താണ് മായ എന്നൊക്കെ ലക്ഷ്മണകുമാരന് വളരെ ഭംഗിയായിട്ട്, ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ മായയാകുന്നത് നിർണയമതിനാലേ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവ് എന്നുള്ള ബോധമാണ് മായ. യാതൊന്നാണോ ഇല്ലാത്തത് എന്നാൽ ഉള്ളതുപോലെ അനുഭവപ്പെടുന്നത്, അതാണ് മായ. പിന്നീട് ക്രിയാമാർഗോപദേശം, എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കേണ്ടത്. അപ്പോൾ ലക്ഷ്മണകുമാരൻ അനവധി ഉപദേശം. അതുപോലെ താര അല്ലേ, ഭർത്താവായ ബാലി കൊല്ലപ്പെട്ട് കിടക്കുമ്പോൾ ആ മൃതശരീരത്തെ കെട്ടിപ്പിടിച്ച് അലമുറയിട്ട് കരയണ താരയുടെ അടുത്ത് ചെന്നിട്ട് ശ്രീരാമചന്ദ്രസ്വാമി പറയും അല്ലേ, എന്തിനു ശോകം വൃഥാ കേൾക്ക നീ, നിന്നുടെ ഭർത്താവ് ദേഹിയോ ജീവനോ ധന്യേ പരമാർത്ഥം എന്നോടു ചൊല്ലു നീ. എന്തിനാ നീ ഇങ്ങനെ വൃഥാശോകം വിഷമിക്കണത്? നിന്നുടെ ഭർത്താവ് ദേഹിയോ ജീവനോ ധന്യേ പരമാർത്ഥം എന്നോടു ചൊല്ലുക നീ. ഈ കിടക്കുന്ന മൃതശരീരമാണോ നിന്റെ ഭർത്താവ്, അതോ ഇന്നലെ വരെ അതിനെ ചൈതന്യവത്താക്കി നിലനിർത്തിയിരുന്ന അതിനുള്ളിലെ ജീവനാണോ നിന്റെ ഭർത്താവ്? എന്താ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ആൾ എന്നാ വാക്കിൻ്റെ അർത്ഥം. ഭാര്യ എന്ന് പറഞ്ഞാലോ ഭരിക്കപ്പെടുന്നവൾ എന്നാ അല്ലേ? വേറെ അർത്ഥത്തിലൊന്നും എടുക്കരുത്. പ്രഭാഷണത്തിന് വന്നിട്ടിപ്പോൾ ഭർത്താവ് ഭരിക്കണ ആളും ഭാര്യ ഭരിക്കപ്പെടണം അങ്ങനെയൊന്നുമല്ല അല്ലേ? ഞങ്ങളും അതൊന്നുമല്ല അതിൻ്റെ അർത്ഥം. പിന്നെന്താ, ആരാ ഭർത്താവ്? ഇവിടെ ശരീരത്തിന് മാത്രമേ ഉള്ളൂ സ്ത്രീ പുരുഷ ഭേദമൊക്കെ അല്ലേ? ഭർത്താവ് ആരാ? ഭരിക്കുന്ന ആൾ. നമ്മയൊക്കെ ഭരിക്കുന്ന ആളാരാ? ബുദ്ധിയാണ്. അപ്പം ബുദ്ധിയെയാണ് എന്ത് പറയുക? ഭർത്താവ്. ഈ ബുദ്ധി ആരെ ഭരിക്കണം? മനസ്സിനെ ഭരിക്കണം. മനസ്സാണ്
ഭാര്യ. അപ്പോൾ ബുദ്ധിയും മനസ്സും ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ വിചാരിച്ച പോലെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞാൽ ബുദ്ധി പറഞ്ഞത് മനസ്സ് കേട്ടില്ലെങ്കിലോ, അപ്പോഴാണ് നമ്മൾ പറയുക ബുദ്ധിഭ്രമം ബാധിച്ചു, ചിത്തഭ്രമം ബാധിച്ചു അല്ലേ. അപ്പോൾ മനസ്സിൻ്റെ നിലയൊക്കെ തെറ്റിയായി, ബുദ്ധി പറഞ്ഞ പോലെ അല്ല ചെയ്തച്ചാൽ അയാൾ ഉന്മാദാവസ്ഥയിൽ, നമ്മൾ ഇംഗ്ലീഷിൽ അബ്നോർമൽ എന്നൊക്കെ പറയും അല്ലേ, നോർമൽ അല്ലാത്ത ആളായിട്ട് മാറി. അപ്പോൾ നോക്കുക, ഭർത്താവിന് കീഴ്പ്പെട്ടിട്ട് ഭാര്യ, ബുദ്ധിക്ക് കീഴ്പ്പെട്ടിട്ട് മനസ്സ്. അപ്പോൾ താരോപദേശം, എത്രയെത്ര ഉപദേശം വിഭീഷണന് അല്ലേ. പിന്നെയോ രാവണന് പോലും ഉപദേശങ്ങൾ, ആഞ്ജനേയസ്വാമിയുടെ ഒക്കെ ഗംഭീര ഉപദേശമുണ്ട് രാവണന്. മാല്യവാൻ്റെ വാക്യം എന്നല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നോക്കൂ, ഇത്തരത്തിൽ ഉപദേശങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇതാണ് ഇതിഹാസത്തിൻ്റെ ഒരു ഘടന. പാരമ്പര്യ എന്ന് പറഞ്ഞാൽ പാരമ്പര്യ ഉപദേശം എന്നർത്ഥം. മറ്റൊരു വ്യാഖ്യാനം ഇതിഹ എന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചത് എന്നാണ്. ഇപ്പം രാമായണവും മഹാഭാരതത്തിലൊന്നും ഇനി പുതുതായിട്ട് കൂട്ടിച്ചേർക്കാനൊന്നും പറ്റില്ല. എന്താ കാരണം? അതിവിടെ സംഭവിച്ചതാണ്, ഭൂതകാലമാണ് പറയണത്. പുരാണങ്ങൾ അങ്ങനെയല്ല. പുരാണങ്ങളെ പ്രത്യേകത എന്താ? 3 കാലവും പറയും. കഴിഞ്ഞ കാലവും പറയും, ഇപ്പോൾ നടക്കണ കാലവും പറയും, വരാൻ പോണതും പറയും. ഭൂത, വർത്തമാന, ഭാവി കാലങ്ങൾ ഒരുപോലെ ചർച്ച ചെയ്യുന്നതാണ് പുരാണം. ഇപ്പോൾ ഭവിഷ്യ പുരാണം, പേര് തന്നെ അറിയാം, ഭവിഷ്യ പുരാണം, വരാൻ പോണ കാര്യങ്ങളാണ് പറയുക. അപ്പം ഇത്തരത്തിൽ ഇതിഹാസങ്ങൾ എന്ന് പറയുന്നത് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരാനുള്ള ഗ്രന്ഥ. ധർമാർത്ഥ കാമമോക്ഷാണാം ഉപദേശ സമന്യുതം പുരാവൃത്ത കഥായുക്തം ഇതിഹാസം പ്രചക്ഷത്തെ. ഇതിഹാസത്തിൻ്റെ നിർവചന ധർമാർത്ഥ കാമമോക്ഷാണാം ഉപദേശ സമന്വിതം പുരാവൃത്ത കഥായുക്തം ഇതിഹാസം പ്രചക്ഷത്തെ. നമ്മൾ തുടങ്ങിയത് ഇവിടുന്ന ധർമാർത്ഥ കാമമോക്ഷത്തിൽ നിന്നാണ് അല്ലേ. ആ ധർമാർത്ഥ കാമമോക്ഷത്തെ എങ്ങനെയൊക്കെ നമുക്ക് സ്വാംശീകരിക്കാനായിട്ട് സാധിക്കും? അതിനെ ആർജിച്ചെടുക്കുമ്പോൾ വരുന്ന പ്രയാസങ്ങൾ എന്താണ്, പ്രതിസന്ധികൾ എന്താണ്, അതിനെ എങ്ങനെയൊക്കെ തരണം ചെയ്യാനായിട്ട് സാധിക്കും? ഇതൊക്കെയാണ് ഇതിഹാസങ്ങളിലൂടെ വിവരിച്ച് നമുക്ക് കാണിച്ചു തരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇതിഹാസങ്ങളൊക്കെ രചിക്കപ്പെട്ടത്. ഏതുപോലെ പണ്ട് നമ്മൾ പറയില്ലേ, ഗുണപാഠ കഥകൾ എന്നൊക്കെ പറയും അല്ലേ. ചില കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇപ്പം നമ്മളൊക്കെ കുട്ടിയാവുമ്പോൾ തന്നെ കേട്ട കഥയാണ് ആമയും മുയലും കൂടി പന്തയം വെച്ചൊരു കഥ അല്ലേ. കുട്ടിയാവുമ്പോൾ കേട്ടതാ. നമ്മൾ കുട്ടികൾക്കും ആ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. നമുക്ക് പിന്നെ ആകെ ആ ഒരൊറ്റ കഥയെ പറഞ്ഞു കൊടുക്കാൻ അറിയൂ, വേറെ കഥയൊന്നും അറിയൂല. അപ്പോൾ ഈ ആമയുടെയും മുയലിൻ്റെയും കഥ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പതിന്ന് പഠിക്കാനുള്ളത്? ഇതിപ്പോൾ എവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ മത്സരം നടന്നത്? എത്ര മീറ്ററാണ് 2 പേരും ഓടിയത്? എത്ര മിനിറ്റാണ് ആമ ഉറങ്ങിയത്, മുയൽ ഉറങ്ങിയത്? ആമയുടെ ഓട്ടത്തിൻ്റെ സ്പീഡ് എന്തായി? ഇതൊന്നും അല്ലല്ലോ അല്ലേ. അതിനൊന്നും പ്രസക്തി ഇല്ല. അവിടെ എന്താ പഠിക്കാനുള്ളത്? ഉത്സാഹി ലഭതേ കാര്യം. ഉത്സാഹിക്കുന്നവൻ, പരിശ്രമിക്കുന്നവൻ വിജയിക്കുക തന്നെ ചെയ്യും. ഒപ്പം മടി പിടിക്കുന്നവൻ ജീവിതത്തിൽ നഷ്ടങ്ങളെ സ്വീകരിക്കേണ്ടതായിട്ട്. ഇത് പഠിപ്പിക്കാനാണല്ലോ ആമയുടെയും മുയലിൻ്റെയും കഥ. അപ്പോൾ കഥയാകുന്നൊരു കഥാഗോളത്തിലെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തത്വങ്ങളെയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പറഞ്ഞു തരുന്നു എന്ത്? ഇതിഹാസം. അതാണ് രാമായണം. ഇങ്ങനെ വേണം നമുക്ക് രാമായണത്തെ ഒന്ന് നോക്കിക്കാണാൻ. രാമായണം തുടങ്ങണത് എങ്ങനെയാ? ഉമാ മഹേശ്വര സംവാദം. പാർവതീദേവി മഹാദേവനോടൊരു ചോദ്യം ചോദിക്കണം. ആ ചോദ്യമൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാലേ നമുക്ക് ഈ രാമായണത്തെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. കൈലാസത്തിലെ സന്തോഷത്തോടു കൂടിയിരിക്കുന്ന മഹാദേവൻ്റെ അടുത്ത് പാർവതീദേവി ചെന്നൊരൊറ്റ ചോദ്യമാണ്. ആകയാൽ ഞാനുണ്ടൊന്ന് നിൻ തിരുവടി തന്നോട് ആകാംക്ഷാ പരവശചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. ഇതാണ് ചോദ്യം. ഒന്നുകൂടി കേൾക്കണേ. ആകയാൽ ഞാനുണ്ടൊന്ന് നിൻ തിരുവടി തന്നോട് ആകാംക്ഷാ പരവശചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. എവിടെ അടിവര? തത്വം എന്നുള്ളിടത്ത അല്ലേ.
ഇപ്പോൾ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ കുട്ടികളോട് പറയില്ല, ഇങ്ങനെ പറയുമ്പോൾ അത് ഒന്ന് അടിവര ഇടണം കേട്ടോ, പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെയാണ് ശ്രീരാമദേവ തത്വം. രാമകഥ പറഞ്ഞു തരൂ എന്നല്ല, മറിച്ച് രാമതത്വത്തെ ഒന്ന് പറഞ്ഞു തരൂ. ഇത് കേട്ടപ്പോൾ മഹാദേവന് എന്തൊരു സന്തോഷം ഉണ്ടായതെന്നറിയൂ. മഹാദേവൻ പറയേണ്ട, നീയല്ലാണ്ട് ഇതിനു മുമ്പ് ആരും എന്നോട് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. എന്താ പറയാൻ കാരണം? ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിക്കണ ചോദ്യമാണോ ഇത്? നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഭർത്താവിനെ അടുത്ത് പോയിട്ട് അതെ ആ രാമതത്വം കുറച്ചൊന്ന് പറഞ്ഞു തന്നാൽ തരക്കെടില്ല. ഒരു ഭാര്യ ഇതുവരെ ഭർത്താവിനോട് ചോദിച്ചിട്ടുണ്ടാവില്ല. വേറെ പലതും ചോദിക്കും, ഷോപ്പിങ്ങിനൊന്ന് കൊണ്ടുപോവോ അല്ലേ, അവിടെ ആഡി സെയിൽ നടക്കണ്ട, അങ്ങോട്ടൊന്ന് പോകാൻ പറ്റും, ഇതൊക്കെ ചോദിക്കുന്നുണ്ടാവും. എന്നല്ലാണ്ട് രാമതത്വം പറഞ്ഞു. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഭാര്യ ചോദിച്ചു എന്ന് വിചാരിക്കുക, ഏത് ഭർത്താവിനപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ അറിയാം? അങ്ങനെയുണ്ടല്ലോ അല്ലേ. ഇപ്പം ഒന്ന് രാമായണമൊക്കെ കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് ഭർത്താവിനോട് ചോദിക്കുക, അതെ ആ രാമതത്വം നിങ്ങളൊന്ന് പറഞ്ഞു തരൂ, എന്നാൽ നല്ല പ്രതികരണമാവും ഇവിടുന്ന് അല്ലേ. അപ്പോൾ നോക്കൂ, പാർവതീദേവിയാണ് ചോദിക്കണത്. ആരോട്? പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ആളോട്. രണ്ടും വേണം അല്ലേ. ഇതിങ്ങോട്ട് കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം, എന്തൊക്കെ ഒരു ഓമനപ്പേരാ വിളിക്കണത് നോക്കൂ. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന് മനതാരിലാകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം. നോക്കൂ, ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ. എന്തൊക്കെ ഒരു ഓമനപ്പേരാ വിളിക്കണം നോക്കൂ അല്ലേ. ഈ സ്നേഹം കൂടുമ്പോഴേ ഓമനപ്പേരൊക്കെ വിളിക്കുക. ദേഷ്യം വരുമ്പോൾ ഈ മഹാദേവനെ ഒറ്റ വിളിയെ വിളിക്കുള്ളൂ. എന്താ അത്? ദാക്ഷായണി. എന്താ ദാക്ഷായണി എന്ന് പറഞ്ഞാൽ? ദക്ഷൻ്റെ മകളെ. അതിലൊക്കെ ഉണ്ടെന്ന അല്ലേ. അപ്പം എന്തെങ്കിലും അരുതാത്തതൊക്കെ ചെയ്തു എന്ന് തോന്നിയാൽ ഒറ്റ വിളിയുള്ളൂ, ഹേ ദാക്ഷായണി. ഇപ്പോഴോ ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ. എന്താ അതിന് കാരണം അതൊക്കെ വിളിക്കാൻ? നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ. ഇത്ര ഭക്തി നിനക്കില്ലേ? ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന് മനതാരിലാകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം. രാമതത്വം കേൾക്കണം എന്ന് തോന്നിയില്ലേ, അതന്നെ വലിയ ഭാഗ്യം അല്ലേ. എന്തായി ഭാഗ്യം എന്ന് പറഞ്ഞാൽ? കിട്ടാൻ പ്രയാസമായത് കിട്ടണേനെയാണ് ഭാഗ്യം എന്ന് പറയും. അപ്പം നിധി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാഗ്യം എന്ന് പറയും അല്ലേ. നമ്മൾ വിചാരിച്ചുകൊണ്ട് കിട്ടും. ഒന്നിപ്പോൾ ഞായറാഴ്ചയാണ് വൈകുന്നേരത്ത് വിളിക്കൊരു നിധി കിട്ടണം വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പോലും അറിയാണ്ട് നമ്മളിലേക്ക് എത്തിച്ചേരണതാണ് നിധി അല്ലേ. ഇപ്പോൾ ഭാഗ്യക്കുറി, ലോട്ടറി ടിക്കറ്റ്, ഭാഗ്യക്കുറി മലയാളം എത്ര എടുക്കണവർക്കൊക്കെ കിട്ടുമോ? ഇല്ല, ഏതെങ്കിലും ഒരാൾക്കാ കിട്ടുക. അപ്പോൾ അത് ഭാഗ്യമാണ്. അപ്പോൾ ഇത്തരം ഒരു ചോദ്യം ചോദിക്കാൻ തോന്നിയില്ലേ, അതാണ് ഭാഗ്യം. പിന്നെന്താ പറഞ്ഞത്? ഇനി നീ പറഞ്ഞു എന്ത്? ഞാനതിൻ പാത്രമെങ്കിൽ, പാർവതി പറയുന്നുണ്ട്, എനിക്കത് കേൾക്കാനുള്ള അർഹതയുണ്ടെങ്കിൽ മാത്രം അങ്ങ് എനിക്കത് ഉപദേശിച്ചാൽ മതി. ഇതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണേ. ഇപ്പോൾ സത്സംഗത്തിലൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ? നമുക്കതൊക്കെ കേൾക്കാനുള്ളൊരു അർഹതയൊക്കെ ഉണ്ടോ? എന്താ മഹാദേവി അത് പറയാനൊരു കാരണമുണ്ട്. കുറച്ച് മുമ്പ് ഇതേപോലെ ഒന്ന് മഹാദേവനോട് പറഞ്ഞിട്ടുണ്ട്. ഏതാ സന്ദർഭം? കൈലാസത്തിലെ കാവൽക്കാരനായിട്ട് ഉണ്ണി ഗണപതി അവിടെ നിർത്തി. അപ്പോഴാണ് ശിഷ്യനായ പരശുരാമൻ്റെ വരവ്. അവിടെ വെച്ച് ഗംഭീരമായ അടിപിടി. ആരൊക്കെ തമ്മിൽ? ഒരു ഭാഗത്ത് മകനും ഒരു ഭാഗത്ത് ശിഷ്യനും. പരശുരാമൻ തൻ്റെ വെൺമഴു കൊണ്ട് ഉണ്ണി ഗണപതിയുടെ ഒരു കൊമ്പൊക്കെ അവിടെ വെട്ടിയിട്ടു. ആ സമയത്താണ് പാർവതീദേവി ഓടി വരുമ്പോൾ കാണുന്നത് എന്താ? തൻ്റെ ഭർത്താവിൻ്റെ ശിഷ്യൻ തൻ്റെ മകനെ ഇങ്ങനെ അപായപ്പെടുത്തിയിരിക്കുന്നു. ദേഷ്യം വന്നു എന്ന് ആ രംഗമൊക്കെ നമ്മൾ കാണും ഇല്ലേ. ഉടൻ മഹാദേവി ഇടത്തു കയ്യാലഴിഞ്ഞവാർ പൂങ്കുഴലും നൊതുക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കി പാർശ്വസ്ഥനാകും പതിയോടുരച്ചു. രംഗമൊക്കെ കാണണം. ഉടൻ മഹാദേവി ഇടത്തു കയ്യാലഴിഞ്ഞവാർ പൂങ്കുഴലും നൊതുക്കി. ആ തലമുടിയൊക്കെ ഇടത് കൈ കൊണ്ട് വാരി കെട്ടി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കി. ഒരു നോട്ടണ്ട്, ജ്വലിക്കണ കണ്ണാണ് എന്നാ. എന്നിട്ട് മഹാദേവനോടൊരു ചോദ്യം അല്ലേ, കിട്ടിയില്ലയോ ദക്ഷിണ വേണ്ടുവോളം
വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നിതാനും ദിവ്യായുധം വല്ലതുമുണ്ടു ബാക്കി, എന്നാൽ അതും നൽകി അനുഗ്രഹിക്കാം. എപ്പോഴും ഇങ്ങനെ പറയാറുണ്ടല്ലോ, എൻ്റെ ശിഷ്യനാണ്, ഇപ്പോൾ അത്യാവശ്യം ദക്ഷിണയൊക്കെ കിട്ടിയില്ലേ അല്ലേ. ദിവ്യായുധം വല്ലതുമുണ്ടു ബാക്കി, എന്നാൽ അതും നൽകി. ഇനി എന്തെങ്കിലും ഇവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും കൂടി കൊടുത്തോളൂ. എന്താ, മകനിപ്പോൾ കൊമ്പേ പോയിട്ടുള്ളൂ, തല തന്നെ മുറിച്ചോട്ടെ അല്ലേ. എന്നിട്ടാ പറയുക, ഭിക്ഷാർപ്പണം പാത്രമറിഞ്ഞു വേണം. അതെ, അങ്ങേക്കൊരു കുഴപ്പമുണ്ട്, അങ്ങ് ആരെന്ത് ചോദിച്ചാലും വാരി കോരി കൊടുക്കും. അങ്ങനെയല്ല, ഭിക്ഷാർപ്പണം പാത്രമറിഞ്ഞു വേണം. അപ്പോൾ അത് കൊടുക്കുന്നത് എങ്ങനെയാ? പാത്രമറിഞ്ഞു വേണം ഭിക്ഷാർപ്പണം എന്ന് പറഞ്ഞാൽ അർഹതയുള്ളവർക്ക് ഇതൊക്കെ കൊടുക്കാവൂ. പറഞ്ഞില്ലേ, അത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം. ഇത് വളരെ രഹസ്യമായ വസ്തുവാണ്, ശ്രദ്ധിക്കണേ. എന്താ ഈ രഹസ്യം എന്ന് പറഞ്ഞാൽ? ഇപ്പം നമ്മൾ മനസ്സിലാക്കിയ രഹസ്യം എന്താ? ഇപ്പം അവിടെ ഇരുന്ന് അടുത്ത ആളുടെ ചെവിയിൽ പറയും ഒരു സ്വകാര്യം. എന്താ അത്? അതെ, നീ ആവുകൊണ്ട് പറയുകയാണ്, വേറെ ആരോടും പറയരുതേ, പരമരഹസ്യമാണ്, ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞ് മെല്ലെ ചെവിയിൽ പറയും. അത് പറഞ്ഞപ്പോഴത്തേക്ക് തിരയേണ്ട താമസമേ ഉള്ളൂ. ഇയാൾ അടുത്ത ആളെ ഇങ്ങനെ വിളിക്കും എന്ന് പറയാം, അതേ നിന്നോടാവുകൊണ്ട് പറയണ, ആരോടും പറയരുത് കേട്ടോ, ഈ രഹസ്യം അടുത്ത ആളുടെ ചെവിയിൽ. 10 മിനിറ്റ് കൊണ്ട് ഈ ഹോളിലുള്ള എല്ലാവരുടെ ചെവിയിലും ഈ രഹസ്യം. അതല്ല രഹസ്യം, അങ്ങനെ സ്വകാര്യമായിട്ട് പറയുന്ന സാധനമല്ല, മറിച്ച് എന്താ, ഗൗരവമുള്ളത്, നിസാരമായിട്ട് കൈകാര്യം ചെയ്യാവുന്നതല്ല അധ്യാത്മജ്ഞാനം. അതിനെന്ത് വേണം? പറയുന്ന ആൾക്ക് അതിനുള്ള അർഹത വേണം, കേൾക്കുന്നയാൾക്കും അതിനുള്ള അർഹത വേണം. അപ്പോഴേ യഥാർത്ഥമായ അർത്ഥത്തിൽ ആ പഠനം നടക്കും. അപ്പം നിനക്കൊരു സംശയമുണ്ട്, എന്താ ഞാനതിൻ പാത്രമെങ്കിൽ എന്നൊക്കെ പറഞ്ഞില്ലേ, എന്തിനാ പാർവതി ദേവി ഇങ്ങനെയൊക്കെ സംശയിക്കണത്? നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ. അപ്പോൾ രാമതത്വമൊക്കെ കേൾക്കാനുള്ള അർഹത എന്താണെന്നറിയോ? ആദ്യത്തെ അർഹത, ഇപ്പം നമ്മളൊക്കെ രാമായണത്തിന് മുമ്പിൽ അപ്പുറമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ നമുക്കൊക്കെ ഉള്ള അർഹത എന്താണെന്നറിയോ? ഭക്തി മാത്രം, വേറൊന്നുമല്ല. അല്ലാണ്ട് സംസ്കൃതം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ, സൗന്ദര്യമുണ്ടോ, സമ്പത്തുണ്ടോ, ഇതൊന്നുമല്ല. പിന്നെയോ മനസ്സിൻ്റെ ഉള്ളിൽ അല്പമെങ്കിലും ഭക്തി ഉണ്ടോ? ഭക്തിയാ ജ്ഞാനം പ്രജായതേ. ആ ഭക്തി ഉണ്ടെങ്കിലാണ് എന്തുണ്ടാവുള്ളൂ? ജ്ഞാനവൃദ്ധി, അറിവുണ്ടാവുള്ളൂ എന്നാണ്. ഭക്തി ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ഉണ്ടാവുക? കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ച പോലെ, എത്ര ഒഴിച്ചു കൊടുത്തിട്ടും കാര്യമില്ല, അത് പിന്നെ ഇങ്ങനെ തിരിച്ചു വെച്ചാൽ ഒരു തുള്ളി ഉള്ളിൽ കയറിയിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സുകളൊക്കെ ഇപ്പോൾ പ്രഭാഷണം കേൾക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം? കുടം തുറന്ന് വെക്കണം അല്ലേ. പലരും എന്ത് ചെയ്തിട്ടുണ്ടാവും? കുടം കമിഴ്ത്തിയിട്ടാവും. അവിടെ ഇരിക്കണമൊക്കെ ഉണ്ട്, പക്ഷേ കുടം ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, കമിഴ്ത്തിയിട്ടാവും. ഇത് കഴിഞ്ഞ് പോകുമ്പോഴോ അത് നിവർത്തി നോക്കിയാൽ ഒന്നും ഉണ്ട്. അങ്ങനെയല്ല, ഇത് നല്ലോണം വിടർത്തിയേക്ക് വരുന്നത് മുഴുവൻ എന്ത് വേണം? സ്വീകരിക്കണം മനസ്സിൽ. അവിടെ വെച്ചിട്ടാണ് രാമകഥയല്ല രാമതത്വം. അവിടെ തന്നെ മഹാദേവൻ പറയും, അതേ സത്യം പറയാലോ, എനിക്ക് രാമതത്വം പറയാനുള്ള കഴിവൊന്നും ഇല്ല. നല്ല ശ്രദ്ധിക്കണേ, ആരായി പറയണത്? നമസ്ത്രൈലോക്യ നിർമ്മാണ കവയേ ശംഭവേ നമ. ത്രിലോകങ്ങളുടെയും ഗുരുനാഥന മഹാദേവൻ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമ. സകല വിദ്യകളുടെയും അറിവിൻ്റെയും നിറകുടമാണ് സാക്ഷാൽ ദക്ഷിണാമൂർത്തി മഹാദേവൻ. അദ്ദേഹം പറയണത് എനിക്കിത് പറഞ്ഞു തരാനുള്ള അറിവൊന്നും ഇല്ല. മഹാദേവനെയൊക്കെ അതുകൊണ്ട് അദ്ദേഹത്തെ ഗുരുനാഥൻ എന്ന് പറയുക അല്ലേ. ത്രിലോകങ്ങളുടെയും ഗുരുനാഥനാണ് മഹാദേവൻ. എന്താ? അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളും നമ്മെ പഠിപ്പിക്കുക. ഇപ്പോൾ അറിവുള്ള ഒരാൾ എങ്ങനെ പെരുമാറണം? ഇത്രയും വിനയത്തോടു കൂടി പെരുമാറണം എന്നാ അല്ലേ. ഒരാൾക്ക് അറിവുണ്ടോ എന്നിപ്പോൾ എങ്ങനെ അറിയാം? നമ്മൾ നാടൻ ഭാഷയിൽ പറയും ചക്കയൊന്നും അല്ലല്ലോ, ചൂഴ്ന്നു നോക്കാൻ അല്ലേ. ഇയാൾക്ക് അറിവുണ്ടോ എന്നിങ്ങനെ ചൂഴ്ന്നു നോക്കി അറിയാനൊന്നും പറ്റില്ല. പിന്നെയോ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് അറിയണം എന്നാ. വിനയമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? വിദ്യ ദദാതി വിനയം. വിദ്യ വിനയം ദദാതി. വിദ്യ കൂടുന്തോറും വിനയമാണ് ഉണ്ടാവുക. ഏതുപോലെ നല്ല പഴങ്ങളുള്ള മരത്തിൻ്റെ കൊമ്പ് എങ്ങനെയാണ് ഉണ്ടാവുക? മണ്ണിലേക്ക് ഇങ്ങനെ താണിട്ടായിരിക്കുക. ആ പഴമൊക്കെ പറിച്ചു നോക്കൂ, ഈ കൊമ്പ് വേഗം ആകാശത്തേക്ക് ഉയർന്നു നിൽക്കും. അതുപോലെ തല ഇങ്ങനെ ഉയർന്നു നടക്കുന്നവരാണെങ്കിൽ അല്ലേ, അഹങ്കാരം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, അയാൾക്ക് പാണ്ഡിത്യമോ അറിവോ ജ്ഞാനമൊന്നും ഇല്ല. നമ്മളൊക്കെ പലപ്പോഴും പറയാറില്ലേ, അത്ര വയസ്സായിപ്പോൾ എനിക്ക്,
ഇതുവരെ ഞാൻ ആരുടെ മുമ്പിലും തല കുനിച്ചിട്ടില്ല, ഇനി തല കുനിക്കാൻ ഭാവമില്ല എന്ന്. വലിയ കേമായിട്ടത് പറയുക അല്ലേ. ഇപ്പം 70 വയസ്സായി, 71 നടപ്പാ, ഞാൻ തല ഇതുവരെ ആരുടെ മുമ്പിലും കുനിച്ചിട്ടില്ല. അത് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ആ 70 വയസ്സുള്ള ജീവിതം അദ്ദേഹത്തിൻ്റെ വെറുതെ പോയി എന്ന. കുനിയാനുള്ളതാണ് ഈ ശിരസ്. പൂന്താനം പാടിയില്ലേ? സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൈവിട്ട് കൂപ്പി സ്തുതിക്കണം. ശിരോസ്തു തസ്യോ ഭയലിംഗമാനമേ തദേവയൽ പശ്യതി തദ്യുചക്ഷു അംഗാനി വിഷ്ണോരഥ തജ്ജനാനാം പാദോദകം യാനി ഭജന്തി നിത്യം. ഗുരുനാഥന്മാരുടെയും ആചാര്യന്മാരുടെയും നമ്മളെക്കാൾ പ്രായമുള്ളവരുടെയും സജ്ജനങ്ങളുടെയും ഭഗവാന്റെയും ഒക്കെ മുമ്പിൽ കുനിയാനുള്ളതാണ് നമ്മുടെ ഒക്കെ ശിരസ്. അത് അപമാനമല്ല, മറിച്ചെന്താ, അതൊരു അഭിമാനമാണ്. നോക്കൂ, അപ്പോൾ ഇവിടെ മഹാദേവൻ പറയണു, പക്ഷേ ഞാൻ നിന്നെ നിരാശപ്പെടുത്തില്ല, ഞാൻ പറഞ്ഞു തരാം. ഇതെങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റണതെന്നാണെങ്കിൽ, രാമരാവണ യുദ്ധമൊക്കെ കഴിഞ്ഞ് പുഷ്പക വിമാനത്തിൽ യാത്ര അങ്ങോട്ട് പുറപ്പെട്ടു. എവിടേക്ക്? അയോധ്യയിലേക്ക് പുറപ്പെട്ട് പോരുകയാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ പുഷ്പക വിമാനത്തിലൊക്കെ കയറി ഇങ്ങനെ പോരുമ്പോൾ അതൊക്കെ നല്ല രസമുള്ള സന്ദർഭമാണ്. ഈ വിമാനത്തിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ലക്ഷ്മണകുമാരനെ ഒന്ന് പുറത്തേക്ക് തിരിഞ്ഞു നോക്കിയെന്ന പുറകിൽ ആ രംഗമൊക്കെ ഒന്ന് മനസ്സിൽ കാണണേ. ലങ്കാ നഗരം ഇങ്ങനെ നിൽക്കണു അല്ലേ. ലങ്ക അതിസമ്പന്നാണ്, മോശമൊന്നുമില്ല. സ്വർണം കൊണ്ട് താഴികക്കുട ഉണ്ടാക്കി വെച്ച ഗോപുരങ്ങളാണ് ലങ്കയിൽ അല്ലേ. ആഞ്ജനേയസ്വാമി വിവരിച്ചു കൊടുത്തില്ലേ എന്താ ലങ്കയുടെ വൈഭവം. അപ്പോൾ ലക്ഷ്മണകുമാരൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ജ്യേഷ്ഠ? രാവണനെ വധിച്ചത് കൊണ്ട് ഈ ലങ്ക ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അധീനാണ്, നമ്മുടെ തന്നെയാണ് ഇപ്പോൾ ഈ ലങ്ക. ഇനിയിപ്പോൾ നമ്മൾ അയോധ്യയ്ക്ക് പോകണോ? അവിടെ ഭരതനും ശത്രുഘ്നനും കൂടി അയോധ്യ ഭരിച്ചോട്ടെ, നമുക്ക് രണ്ടാ കൂടി എന്ത് ചെയ്യാം? ഇവിടെ ലങ്കയിൽ കൂടിയാലോ? ഈ ചോദ്യം മനസ്സിലാക്കിയിരിക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമി പുഞ്ചിരിയോടുകൂടി ലക്ഷ്മണകുമാരനോട് പറയും, ലക്ഷ്മണ, അപി സ്വർണ്ണമയീ ലങ്ക നമേ ലക്ഷ്മണ രോചതേ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാതപി ഗരീയസി. ലക്ഷ്മണ, ഈ ലങ്ക തനി കട്ടി സ്വർണം കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും അപി സ്വർണ്ണമയീ ലങ്ക നമേ ലക്ഷ്മണ രോചതേ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം. അവനവനെ പ്രസവിച്ച അമ്മയും അവനവൻ പിറന്ന നാടും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ലക്ഷ്മണ, അങ്ങനത്തെ ചിന്തയൊന്നും മനസ്സിൽ വേണ്ട. നോക്കൂ, ശ്രീരാമചന്ദ്രസ്വാമിയുടെ ത്യാഗമാണ് നമ്മൾ കാണണത്. അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി ത്യജിച്ചു പോട്ടെ, അത് പുത്രധർമാണെങ്കിലും വിചാരിക്കാം. അച്ഛൻ്റെ മരണശേഷം വീണ്ടും ഭരതൻ ആ സിംഹാസനം ഭഗവാന്റെ പാദങ്ങളിൽ വെച്ചു പറഞ്ഞു, ഇപ്പോൾ അച്ഛൻ മരിച്ചില്ലേ, അതോടുകൂടി ഇനി അച്ഛൻ്റെ വാക്കിൻ്റെ പ്രസക്തിയൊക്കെ നഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞില്ലേ, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോയാലോ? പറ്റില്ല. അപ്പോഴാണ് പറഞ്ഞത്, എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ 14 വർഷം കാട്ടു നിൽക്കാം, ജ്യേഷ്ഠൻ അയോധ്യയിലേക്ക് പോകും. പറ്റില്ല, രണ്ടാമതും ത്യജിച്ചു രാജ്യം അല്ലേ. ഇപ്പം 2 ത്യാഗമായി. ഗുഹൻ പറയണു, എനിക്ക് ചെറിയൊരു രാജ്യമുണ്ട് അവിടെ, നിഷാദപുരം അല്ലേ, ശൃംഗിവേരം, എന്നാ ഇതങ്ങ് ഭരിക്കോ? ഇല്ല, അന്യദത്തം ഭുജിക്കുന്നതുമില്ല, അവിടുന്ന് പോന്നു. ഇങ്ങനെ എത്ര സന്ദർഭങ്ങളിലാണ് ഭഗവാൻ വീണ്ടും വീണ്ടും ത്യജിച്ചു കൊണ്ടേയിരിക്കണത്. നോക്കൂ, എത്ര സൗകര്യങ്ങൾ കൊടുത്താൽ അതൊന്നും വേണ്ട. തേന ത്യക്തേന ഭുഞ്ചീത, ത്യജിച്ചുകൊണ്ട് ജീവിക്കുക. അത് വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്, ത്യജിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക. ഉണ്ടായിട്ടും അത് വേണ്ടാത്ത ആളുകൾ, അതാണ് നമ്മുടെ പൂർവികരായ ആളുകൾ. ഉണ്ടായിട്ടും വേണ്ടാത്തവർ. ഇപ്പം നമ്മൾ സാധാരണ ഇസങ്ങളൊക്കെ പറയില്ലേ, പല ഇസങ്ങളും രാഷ്ട്രീയ ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അഭിസംബോധന ചെയ്യുന്നത് 2 വിഭാഗത്തെയാണ്, ഒന്നുള്ളവരും ഒന്നില്ലാത്തവരും. എന്നിട്ട് ഈ പാർട്ടികളൊക്കെ പറയുന്ന ആദർശം എന്താ? ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം കുറച്ച് കൊണ്ടുവരിക, അതാണ് സ്വപ്നം കാണുന്നത്. എന്നാൽ ഭാരതത്തിൽ 3ാമതൊരു കൂട്ടരാണ് കൂടുതലുണ്ടായിരുന്നത്. അത് ഉള്ളവരുമല്ല
ഇല്ലാത്തവരല്ല, പിന്നെ ഉണ്ടായിട്ടും അത് വേണ്ടാത്തവർ. ചിന്തിച്ചു നോക്കൂ അല്ലേ? രാജാക്കന്മാരൊക്കെ അവർക്കൊക്കെ കുറച്ച് പ്രായമായി വിവാഹം കഴിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. ആ കുഞ്ഞുങ്ങൾക്ക് പ്രായപൂർത്തിയായാൽ പിന്നെ അരനിമിഷം താമസമില്ല, അവരെ വിളിക്കും, രാജ്യാവകാശം ഏൽപ്പിക്കും, കാട്ടുപോയിട്ട് തപസ് ചെയ്യും. സാധിക്കണ്ടേ? ത്യജിക്കാൻ സാധിക്കണ്ടേ അല്ലേ? അപ്പം ത്യാഗത്തിൻ്റെ സന്ദേശമാണ് രാമചന്ദ്രസ്വാമി കാണിച്ചു തരണത്. അപ്പം ഇത്തരത്തിൽ ആ യുദ്ധരംഗമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോന്ന് കിഷ്കിന്ധയുടെ മുകളിലൂടെ പുഷ്പക വിമാനം പോണു. അപ്പോഴാണ് സീതാദേവി പറഞ്ഞത്, ഇവിടെ ഒന്ന് നിർത്തണം. എന്തിനാ നിർത്തണത്? ആവശ്യമുണ്ട്, ഇവിടെ ഒന്ന് നിർത്തൂ. എന്നിട്ട് പറഞ്ഞു, അതെ, കുറച്ചു കാലം ആ ലങ്കയിൽ ഇരുന്നപ്പോൾ തന്നെ എനിക്കറിയാം അങ്ങയെ കാണാണ്ടിരുന്ന വിഷമം എൻ്റെ മനസ്സിലുണ്ട്. ഈ വാനരന്മാരൊക്കെ എത്ര കാലമായി അവരുടെ വീടുകളിൽ നിന്ന് പോന്നിട്ട് ഇല്ലേ? അവരൊക്കെ ഒന്ന് പോയിട്ടേ അവരുടെ ഭാര്യമാരെയൊക്കെ ഒന്ന് കണ്ടുവരട്ടെ. നോക്കണേ, ആ ഇതിനാണ് എന്ത് പറയുക? സമത എന്ന് പറയും. എന്താ സമത എന്ന് പറഞ്ഞാൽ? സമാനമായ സ്വഭാവം. സമത ഒരു വലിയ ഗുണമായിട്ടാണ് പറയുക. മറ്റുള്ളവരെയും തന്നെ പോലെ കണക്കാക്കുക അല്ലേ? മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായിട്ട് മാറുക, അതിനെയാണ് സമത എന്ന് പറയുക. ഇപ്പം നോക്കൂ, പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുകയാണ് ഏതോ ഒരു രാജ്യത്തിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി 100 പേര് മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ പ്രതികരണം എന്താ? കഷ്ടം എന്നാ അല്ലേ? എന്തുകൊണ്ട് നമുക്ക് ആ വിഷമം വരണു? നമ്മൾ അറിയുന്ന ആളുകൾ പോലും അല്ലാതെ, എന്നാലും അവരുടെ ദുഃഖത്തെ നമ്മൾ നമ്മുടെ ദുഃഖമായിട്ട് ഏറ്റെടുക്കുന്നു. അതാണ് സമത. അതില്ലാത്തവരോ ആ ന്യൂസ് ശ്രദ്ധിക്കില്ല, അത് അവിടെ അല്ല, അത് സാരമില്ല, അടുത്ത പേജിലേക്ക് പോകും. അപ്പം സമത എന്നത് മറ്റുള്ളവരെ നമ്മളെ പോലെ തന്നെ കാണുന്ന അവസ്ഥയാണ്. ഇനിയാണ് രസം, ഈ വാനരന്മാരൊക്കെ അവരവരുടെ വീടുകളിൽ പോയിട്ട് ഭാര്യമാരോട് കണ്ട് യാത്ര പറഞ്ഞു ഞങ്ങളെ പട്ടാഭിഷേകത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ് എന്ന്. പത്നിമാർ പറഞ്ഞു അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങളും ഉണ്ട് കൂടെ എന്ന്. നോക്കൂ, പോയതന്നെ അബദ്ധമായി, അവരൊക്കെ പുറപ്പെട്ടു അല്ലേ? അവരൊക്കെയും ചേർത്തിട്ടാണ് അവിടെ വരണത്. ആ പുഷ്പക വിമാനത്തിൽ അപ്പോൾ എത്ര ആളുകളുണ്ടാവും? വെറുതെ ഭാവനയെ കണ്ടു നോക്കും, നല്ല രസമാണ് അല്ലേ? ലങ്കയിൽ നിന്ന് വിഭീഷണന്റെ നേതൃത്വത്തിൽ സകല രാക്ഷസന്മാരും പോന്നിട്ടുണ്ട്, സകല വാനരന്മാരുണ്ട്, അപ്പോൾ ആ വാനര പത്നിമാരുണ്ട്. ഇങ്ങനെ എല്ലാവരും ചേർന്ന് അയോധ്യയിലെത്തി അതികേമമായിട്ട്, കഥയൊന്നും ഞാൻ പറയുന്നില്ല, നമുക്കറിയാം, അതികേമമായിട്ട് പട്ടാഭിഷേകമൊക്കെ നടന്നു, അതിഗംഭീരായിട്ട്. വാമേ ഭൂമി സുതാ പുരശ്ച ഹനുമാൻ പശ്ചാൽ സുമിത്രാസുതാ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോർ വായുവാദികോണേഷ്വപി സുഗ്രീവശ്ച വിഭീഷണശ്ച കപിരാൾ താരാസുതോ ജാംബവാൻ മധ്യേ നീലകദംബ കോമളരുചിം രാമം ഭജേ ശ്യാമളം. ഇടതുഭാഗത്ത് സീതാദേവി, മുൻപിലായിട്ട് ആഞ്ജനേയസ്വാമി, പുറകിൽ ലക്ഷ്മണകുമാരൻ, ഭരതശത്രുഘ്നന്മാർ ആ വെഞ്ചാമരം വീശിക്കൊണ്ട്, വിഭീഷണനും സുഗ്രീവനും അപ്പുറത്തും ഇപ്പുറത്തു നിന്ന് ആലവട്ടങ്ങളൊക്കെ വീശിക്കൊണ്ട്, ഭരതകുമാരൻ ആ വെൺകൊറ്റക്കൊട പിടിച്ചുകൊണ്ട് ത്രിമൂർത്തികളും അനുഗ്രഹിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ കേമായിട്ട് പട്ടാഭിഷേകം. ആ മഹാപട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞ് അവിടെ വന്നു കൂടിയവർക്കൊക്കെ ഇഷ്ടം പോലെ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവരെയൊക്കെ ഭഗവാൻ പറഞ്ഞയച്ചു, അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. സീതാദേവിയുടെ അച്ഛനായ ജനക മഹാരാജാവിന് സീതാദേവിയുടെ കൈകൾ കൊണ്ട് തന്നെ ധാരാളം പട്ടുവസ്ത്രവും ആഭരണമൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചു. എല്ലാവരും പോയി, ഒരാൾ മാത്രം പോയിട്ടില്ല എന്ന്. ആരാ? ആഞ്ജനേയസ്വാമി. ഹനുമാൻ മാത്രം പോയിട്ടില്ല. ഏത് സമയത്തും ശ്രീരാമചന്ദ്രസ്വാമിയുടെ കൂടെ ഒരു നിഴല് പോലെ ആഞ്ജനേയസ്വാമി ഉണ്ടാവുന്ന. സിംഹാസനത്തിലിരുന്നാൽ മുമ്പിൽ അവിടെ വന്നിരിക്കും, ഭഗവാന്റെ മുഖത്തേക്ക് തന്നെ നോക്കും, രാമ 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 ജപിക്കും. ഭഗവാൻ എഴുന്നേറ്റാൽ ഒപ്പം എഴുന്നേൽക്കും. ഭഗവാൻ എവിടെയൊക്കെ പോകണോ പിന്നാലെ പോവും. കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ സീതാദേവിക്ക് ഒരു വിഷമം. എന്താ വിഷമം? കാര്യം ഈ ആഞ്ജനേയസ്വാമി ഇല്ലായിരുന്നുവെങ്കിൽ താൻ ഇപ്പോൾ ഈ രാമചന്ദ്രസ്വാമിയുടെ കൂടെ ഇവിടെ സിംഹാസനത്തിൽ ഇരിക്കില്ല അല്ലേ? ഇദ്ദേഹം വന്ന് കടൽ ചാടിക്കടന്ന് വന്ന് രാമകഥ പാടി ആ അങ്കുലിയൊക്കെ തന്നില്ലെങ്കിൽ അന്ന് എന്നെ താൻ തൻ്റെ ജീവനെ ഇല്ലാണ്ടാക്കിയിരുന്നു. മഹായുദ്ധത്തിൽ മോഹാലസ്യപ്പെട്ട് കിടന്ന രാമലക്ഷ്മണന്മാർക്ക് മൃതസഞ്ജീവനാദി ഔഷധങ്ങൾ ഈ ആഞ്ജനേയസ്വാമി കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും കഥ എന്നറിയില്ല. അപ്പോൾ ഇന്ന് രാമനും സീതയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമി കാരണമാണ്. പക്ഷെ കാര്യമൊക്കെ ശരിയാണ്. എന്നാലും ഏത് സമയത്തും അല്ലേ, നമ്മൾ ഇപ്പോൾ സാധാരണ പറയില്ലേ, ഒരു പ്രൈവസി ഇല്ല എന്ന് പറയില്ലേ സാധാരണ. വിവാഹമൊക്കെ കഴിഞ്ഞ് എന്താണല്ലോ വീട്ടിൽ പ്രൈവസി കുറവാണ് അല്ലേ, അതുപോലെ എപ്പോൾ നോക്കിയാലും ഹനുമാൻ. എന്നാൽ ശരി, അദ്ദേഹത്തിന് എന്തെങ്കിലും നല്ലൊരു സമ്മാനമൊക്കെ കൊടുക്കാം.
അങ്ങനെയാണ് വിശിഷ്ടമായൊരു രത്നമാല എടുത്ത് ആഞ്ജനേയസ്വാമിക്ക് നൽകിയെന്ന അല്ലേ. ആഞ്ജനേയസ്വാമി അത് സ്വീകരിച്ചു, അത് ശിരസിൽ വെച്ചു, കൺകളിൽ വെച്ചു, മാറിൽ വെച്ചു, അവിടെ പോയിരുന്നു. എന്നിട്ടോ ആ മാല എടുത്തു സൂക്ഷിച്ച് തിരിച്ചും മറിച്ചും നോക്കി. ആദ്യത്തെ രത്നക്കല്ല് കടിച്ച് പൊട്ടിച്ചു, 2 കഷ്ണാക്കി, കണ്ണിൻ്റെ അടുത്തേക്കും ദൂരത്തേക്കൊക്കെ നീട്ടിപ്പിടിച്ചു, അത് 2 ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞു. അടുത്ത കല്ലെടുത്തു പൊട്ടിച്ചു. നോക്കണേ, സീതാദേവിയുടെ നെഞ്ചിങ്ങനെ പിടയ്ക്കാൻ തുടങ്ങി. എന്താ ഇത്ര വിലയുള്ളൊരു മാല കൊടുത്തിട്ടേ. നമ്മൾ നാടൻ ഭാഷയിൽ പറയും എന്ത്, കുരങ്ങൻ്റെ കയ്യിൽ അതന്നെ പൂമാല കിട്ടിയ പോലെ, അതേപോലെ തന്നെ. അപ്പോൾ ചോദിച്ചു സീതാദേവി, ഹനുമാൻ ഞാൻ എത്ര സന്തോഷമായിട്ട് അങ്ങേക്ക് മാല തന്നത്, എന്നിട്ട് അങ്ങ് എന്താ എൻ്റെ മുമ്പിൽ ഇതത് ഇങ്ങനെ കേടുവരുത്തണത്? ആഞ്ജനേയസ്വാമി പറഞ്ഞു, സീതാദേവി അവിടുത്തെ കൈകൊണ്ട് തന്നതുകൊണ്ട് ഇതിൽ രാമൻ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഇതിൽ രാമനെ കാണാനില്ല, രാമനുള്ളത് മാത്രമേ ഞാൻ സ്വീകരിക്കൂ. സീതാദേവി ചോദിച്ചു, അത്രയോ അങ്ങനെയാണെങ്കിൽ ഹനുമാൻ അങ്ങയുടെ ശരീരത്തിൽ രാമനുണ്ടോ? എന്താ സംശയം എന്നാ. മുൻപിലേക്ക് വന്നു, വലത് കാലവിടെ മടക്കി, അവിടെ നിന്ന് ഗദ അവിടെ താഴത്ത് വെച്ചു, തൻ്റെ കൂർത്ത നഖങ്ങളെ കൊണ്ട് മാറിടങ്ങോട്ട് പിളർന്നപ്പോൾ രാമൻ മാത്രമല്ല സീതാദേവിയോടുകൂടിയുള്ള ശ്രീരാമചന്ദ്രസ്വാമി. ഒരു പക്ഷേ സീതാദേവി പോലും ആഞ്ജനേയസ്വാമിയെ നമസ്കരിച്ചിട്ടുണ്ടാവണം മനസ്സുകൊണ്ട് അല്ലേ. ആ സന്ദർഭത്തിൽ സീതാദേവിയും ശ്രീരാമചന്ദ്രസ്വാമിയും കൂടി അവരുടെ തത്വത്തെ ആഞ്ജനേയസ്വാമിക്ക് ഉപദേശിച്ചു. നിർമ്മലജ്ഞാനത്തിനു പാത്രമിവൻ. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഒരു സർട്ടിഫിക്കറ്റാണ്. എന്താ അത്? ഈ ഹനുമാനുണ്ടല്ലോ, നിർമ്മലമായ ജ്ഞാനം സ്വീകരിക്കാൻ എന്തുകൊണ്ടും അർഹതയുള്ള ആളാണ്. ഇതൊക്കെ ഇപ്പോൾ ആരാ പറയണത്? മഹാദേവൻ അല്ലേ. അന്ന് ആ സന്ദർഭത്തിൽ ഞാനും അവിടെ ഉണ്ടായിരുന്നു. അന്ന് സീതാരാമന്മാർ അവരുടെ തത്വത്തെ പ്രകാശിച്ചപ്പോൾ അത് ഞാൻ കേട്ടു. ആ കേട്ടതിനെ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ഇങ്ങനെയാണ് രാമായണം ആരംഭിക്കണത്. നോക്കൂ, അപ്പോൾ കഥകളൊക്കെ നമുക്കറിയാം. രാമായണം കഥ ഇപ്പം ഞാനിവിടെ ഇരുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യവുമില്ല. രാമായണം കഥ അറിയാത്തവരുടെ ആരും ഇപ്പം നമ്മുടെ ഇടയിൽ ഇല്ല. അതിനെ എളുപ്പത്തിൽ ഓർക്കാൻ നമ്മൾ ചില സൂത്രപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാൽ രാവണ കുംഭകർണഹനനം ഏതദ്യുരാമായണം. ഇങ്ങനെയാണ് രാമായണത്തെ അറിയേണ്ടത്. രാമൻ്റെ വനയാത്ര തൊട്ട് പട്ടാഭിഷേകം വരെ ഉള്ള കഥ ചുരുക്കി നമ്മൾ ഓർമ്മിക്കാറുണ്ട്. പക്ഷെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ ഇതെന്താ അതിൽ പഠിക്കേണ്ടത്? ഈ തത്വബോധമാണ് ഉണ്ടാകേണ്ടത്. 6 കാണ്ഡങ്ങളിലൂടെ രാമായണ കഥ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഈ തത്വത്തെ സമ്പാദിക്കണമെങ്കിൽ 6 കാണ്ഡങ്ങൾ തരണം ചെയ്യണം എന്നാ. ഈ 6 കാണ്ഡങ്ങളെ പലതരത്തിൽ ആചാര്യന്മാർ വ്യാഖ്യാനിക്കും. അറിവ് നേടാൻ അഥവാ ജ്ഞാനം നേടാൻ തടസ്സമായിട്ട് 6 ആളുകളുണ്ട് എന്ന. എവിടെയാ? നമ്മുടെ ഉള്ളിൽ തന്നെ. ശ്രദ്ധിക്കണേ, അവർ ശത്രുക്കൾ എന്നൊക്കെയാ പറയുക അല്ലേ. ഇപ്പം നമ്മൾ കാണാറില്ല, അമ്പലങ്ങളിലൊക്കെ പോയാൽ ശത്രു സംഹാര പൂജ. നമ്മളെന്താ മനസ്സിലാക്കിയത്? ശത്രു സംഹാര പൂജ ഇവിടെ കഴിച്ചാൽ നമ്മൾ ശത്രു എന്ന് വിചാരിക്കുന്ന ഒരാൾ അവിടെ കസേലയിൽ എവിടെയോ ഇരിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ പൂജ കഴിഞ്ഞ് കർപ്പൂര വീണോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യം ഏതാണ്ട് തീരും. അതൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നുമല്ല ശത്രു സംഹാരം. അതിന് എത്ര പൈസ നമ്മൾ കൊടുക്കും അല്ലേ. ഇവിടെ പട്ടികയിൽ 500 നമ്മൾ പറയും, 500 അല്ല 1001 തികച്ച് തരാം. കേമാവണം എന്ത്? ശത്രു സംഹാര പൂജ. അയാൾക്ക് എന്തെങ്കിലും ആപത്ത്? അതല്ല. ശത്രുക്കളൊക്കെ എവിടെ ഇരിക്കണോ? അവനവൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണോ എന്നാ അല്ലേ. എന്നാൽ അവരെ നമ്മൾ തിരിച്ചറിയണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടറിയാത്തത്? തിരിച്ചറിയാനുള്ള ഉപാധി നമ്മുടെ അടുത്തില്ല. എന്തുകൊണ്ടാണ് നമ്മൾ അറിവ് നേടുക? സെൻസ് ഓർഗൻസ് അഥവാ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയും. അറിവ് നേടുന്ന ഇന്ദ്രിയങ്ങൾ 5 കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഇതിൻ്റെ പ്രവർത്തനമൊക്കെ നോക്കൂ. എവിടേക്കാ? ഇതൊക്കെ പുറത്തേക്കാ അല്ലേ. ഈ കണ്ണുകൊണ്ട് എന്ത് മാത്രമേ കാണാൻ പറ്റൂ? പുറത്തുള്ളതൊക്കെ കാണാം. അകത്തുള്ളത് കാണാൻ ഈ കണ്ണുകൊണ്ട് പറ്റുമോ? ഇല്ല. ഈ കണ്ണിലൊരു കരട് പോയാൽ അത് കാണാൻ വേറെ ഒരാളുടെ കണ്ണ് നമുക്ക് ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ചെല്ലും. എന്താ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത? പറ്റുന്നില്ല. ഈ ചെവി കൊണ്ട് പുറത്തുള്ള സകല ശബ്ദവും നമുക്ക് കേൾക്കാം. മൂക്ക് കൊണ്ട് പുറത്തുള്ള സകല ഗന്ധവും നമുക്ക് ശ്വസിക്കാം.
നാവ് കൊണ്ട് പുറത്തുള്ള സകല രുചിയും നമുക്ക് ആസ്വദിക്കാം, ത്വക്ക് കൊണ്ട് എല്ലാറ്റിനെയും തൊടാം. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള എന്തിനെങ്കിലും ഒന്നിനെ മണത്തോ തൊട്ടോ അല്ലേ കേട്ടോ കണ്ടോ അറിയാൻ നമുക്ക് സാധാരണഗതിയിൽ സാധിക്കുന്നില്ല. അത് സാധിക്കാൻ വേണ്ടിയുള്ളതാണ് യോഗക്രമങ്ങളൊക്കെ അല്ലേ. ഭഗവത്ഗീതയിൽ പറഞ്ഞില്ലേ, ആമയെപ്പോലെ ആവണം നമ്മൾ എന്ന് പറഞ്ഞാൽ നല്ല തടിയായിട്ട് അങ്ങനെയല്ല അല്ലേ, കഴുത്തും കാലൊന്നും കാണാണ്ട് അങ്ങനെ തടിച്ച ആമ അതല്ല, ആ രൂപമല്ല. പിന്നെയോ ആമ എങ്ങനെയാണോ അതിൻ്റെ കൈയും കാലും വാലും മുഖമൊക്കെ ആ കട്ടിയുള്ള തോടിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു വെക്കണത്, അതുപോലെ യഥാ സംഹരതേ ചായം കൂർമ്മോം ഗാനീവ സർവശഃ. കൂർമ്മം അങ്കാനി ഇവ, എങ്ങനെയാണോ അംഗങ്ങളെ ആമ സംഹരത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത് പോലെ പുറത്തേക്ക് പോകുന്ന ഇന്ദ്രിയവൃത്തികളെ അകത്തേക്കൊന്ന് തിരിച്ചു വയ്ക്കുക. അപ്പോൾ അവനവൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും. അതാണ് മനസാക്ഷിയുടെ ശബ്ദം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ എന്നൊക്കെ പറയില്ലേ. എന്താ അത്? അവനവൻ്റെ ഉള്ളിൽ തന്നെ പറയും ഇത് ചെയ്യണോ ചെയ്യണ്ടേ ഇല്ലേ. നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ ആരോട് തന്നെ ചോദിക്കൂ? അവനവനോട് തന്നെ ചോദിക്കൂ, ഇത് ഞാൻ ചെയ്യണോ വേണ്ടേ. കൃത്യമായ ഉത്തരം ആര് തരും? നമ്മുടെ ഉള്ളിൽ നിന്ന് ഭഗവാൻ തന്നെ തരും. അതാണ് മനസാക്ഷിയുടെ ശബ്ദം. അയാൾ പറയുന്നത് അനുസരിച്ച് ജീവിച്ചു നോക്കൂ, ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ശബ്ദത്തെ, നമ്മുടെ വാക്കുകളെ അല്ലേ, നമ്മുടെ ബോധത്തെ, നമ്മുടെ പ്രവൃത്തിയെ ഒക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ അനുഭവിക്കുമ്പോഴാണ് ആ ജ്ഞാനത്തെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ തത്വത്തെ അറിയണമെങ്കിൽ ഈ പഞ്ചേന്ദ്രിയങ്ങളെയും നമ്മുടെ ഉള്ളിലേക്ക് വെക്കണം. അതിനിപ്പോൾ തടസ്സം എന്താണെന്നറിയോ? ഉള്ളിൽ വേറെ കുറേ ആൾക്കാരിയ്ക്കുന്നുണ്ട്, അവരാണ് ശത്രുക്കൾ. അവർ 6 പേരാണ് എന്നാ. ആ 6 പേരെയാണ് ആചാര്യന്മാർ ഷഡ് വൈരികൾ എന്നൊക്കെ പറയും. എണ്ണി പറഞ്ഞിട്ടുണ്ട്. കാമം, ക്രോധം, ലോഭം, മദം, മോഹം, മാത്സര്യം. 6 എണ്ണം. ഈ 6 ശത്രുക്കളെ ജയിച്ചാൽ മാത്രമേ അവിടെ ആരെ കുടിയിരുത്താൻ പറ്റൂ? ഭഗവാനെ ഇരുത്താൻ പറ്റും. അതുകൊണ്ടാണ് കർക്കിടക മാസത്തിന് തലേ ദിവസം ഒരു കലാപരിപാടി ഉണ്ട് വീട്ടിൽ. അപ്പോഴും ഉണ്ടാവും ചിലയിടങ്ങളിലൊക്കെ. എന്താ, വീടൊക്കെ നമ്മൾ വൃത്തിയാക്കും. എന്തെങ്കിലും വൃത്തികെട്ട സാധനങ്ങളോ അശുദ്ധിയുള്ള സാധനമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടിച്ച് വാരി പുറത്ത് കൊണ്ടുപോയിട്ട് കളഞ്ഞ് അല്ലേ. അതിന് പേരുമുണ്ട്, എന്താ പറയുക? പൊട്ടീനെ ആട്ട്, അതന്നെ. പക്ഷെ ആട്ടിയെ പൊട്ടി പുറത്തു കൂടെ തിരിച്ച് വരുന്നുമുണ്ട്, അതെന്താണെന്നറിയില്ല. ആ പൊട്ടിയൊക്കെ ആട്ടി കളഞ്ഞ് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എന്ത് വേണം? ശീബോധി വെക്കുക. എന്താ ശീബോധി? ശ്രീ ഭഗവതിക്ക് ഒരുക്കുക. അവിടെയാണ് നമ്മൾ വൽക്കണ്ണാടിയും ഗ്രന്ഥവും കോടി വസ്ത്രവും അക്ഷതവും പുഷ്പങ്ങളും അല്ലേ ദീപമൊക്കെ വയ്ക്കും. അപ്പോൾ ശ്രീ ഭഗവതിയെ കുടിയിരുത്തണമെങ്കിൽ ആദ്യം എന്തു വേണം? അവിടെ ആദ്യം ഇരിക്കുന്ന ഈ പറയുന്ന അശുദ്ധികളെ മുഴുവൻ ഇല്ലാണ്ടാക്കണം. അപ്പം നമ്മുടെ മനസ്സിൽ ഭഗവാൻ ഇരിക്കണമെങ്കിൽ, ഈ കാടാമ്പുഴ അമ്മ ഇരിക്കണമെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരു കസേല ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക വെറുതെ. ആ കസേലയിൽ ഇരിക്കാൻ വേണ്ടി അമ്മ അങ്ങനെ വരികയാണ്. അവിടെ വേറെ 6 ആൾക്കാർ ഞെങ്ങി ഞെരിഞ്ഞ കസേലയിൽ ഇരിക്കുന്നു. അപ്പം അമ്മ എന്താ പറയുക? ഓ, ഇവരിവിടെ ഉണ്ടല്ലേ, എന്നാൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോവാം. അപ്പം അമ്മയെ വിളിക്കണതിന് മുമ്പ് എന്ത് വേണം? ഈ കസേലയിലുള്ളവരൊക്കെ പിടിച്ച് പുറത്താക്കി വാതിലടയ്ക്കുക. അത് പറയും, നീ വഴിക്ക് വരണ്ട, ഇത് വേറെ ആൾക്ക് വേണ്ടി റിസർവ്ഡ് സീറ്റാണ് അല്ലേ. ആ സീറ്റേക്ക് വേണം ആരെ ഇരുത്താൻ? അമ്മയെ ഇരുത്താൻ. രമ രാമ രമാകാന്ത മമ ഹൃൽ പങ്കജേ സദാ നിവാരയ തത്രാത്യാൻ കാമക്രോധാദി ഷഡ്പദാൻ. ഈ ശ്രീരാമചന്ദ്രസ്വാമിയോട് പ്രാർത്ഥിക്കും. രമ രാമ രമാകാന്ത മമ ഹൃൽ പങ്കജേ സദാ നിവാരയ തത്രാത്യാൻ കാമക്രോധാദി ഷഡ്പദാൻ. ഹേ രമാകാന്തനായിരിക്കുന്ന രാമചന്ദ്രസ്വാമി, എൻ്റെ മനസ്സിൽ അങ്ങ് രമിക്കണം, അങ്ങ് ഇരിക്കണം. അതിനെന്ത് വേണം? കാമക്രോധാദി ഷഡ്പദാൻ. ഈ ഷഡ്വൈരികളെ, കാമക്രോധാദികളായ ഷഡ്വൈരികളെ അങ്ങ് തന്നെ എന്ത് ചെയ്യണം? ഞാൻ വിചാരിച്ചിട്ട് അവർ പോണില്ല, അതുകൊണ്ട് എന്ത് ചെയ്യൂ? അങ്ങ് തന്നെ അവരെയൊക്കെ ഒന്ന് പിടിച്ച് പുറത്താക്കിയിട്ട് അവിടെ ഇരിക്കൂ. അതാണ് 6 കാണ്ഡങ്ങൾ. ഈ 6 കാണ്ഡങ്ങളിലൂടെ ഓരോ കാണ്ഡത്തിലൂടെയും ഓരോ ശത്രുക്കളെ പിടിച്ച് പുറത്താക്കുക. ഭാഗവത സപ്താഹമൊക്കെ കേൾക്കുമ്പോൾ മഹാത്മ്യത്തിൽ നമ്മൾ കേട്ടില്ലേ, ദുന്ധുകാരിയുടെ പ്രേതം 7 കമ്പുള്ളൊരു മുളയുടെ അടിയിൽ വന്നിരുന്നു. 1-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കമ്പ് പൊട്ടി. അങ്ങനെ 7 ദിവസം കൊണ്ട് 7 കമ്പും പൊട്ടിയിട്ട് അദ്ദേഹത്തിന് മോക്ഷം കിട്ടിയതുപോലെ 1-ാമത്തെ കാണ്ഡം കഴിയുമ്പോൾ ആദ്യത്തെ ആള് പുറത്തു പോകണം, കാമം. 2-ാമത്തെ കാണ്ഡം കഴിയുമ്പോൾ ക്രോധത്തെ പുറത്താക്കണം. ഇങ്ങനെ 6 കാണ്ഡം കഴിയുമ്പോൾ എന്ത് വരും?
6 ശത്രുക്കളില്ലാണ്ടാവും. അപ്പോഴാണ് രാമതത്വം ഉള്ളിൽ പ്രകാശിക്കുക. അതൊരു കാഴ്ചപ്പാട്. യോഗശാസ്ത്രപ്രകാരം 6 ആധാര ചക്രങ്ങളെ പറയും. ഷഡാധാരം എന്ന് പറയില്ലേ? സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, ആജ്ഞ, വിശുദ്ധി എന്നൊക്കെ പറയണം. 6 ചക്രങ്ങൾ. അപ്പോൾ യോഗശാസ്ത്രപ്രകാരമായും രാമായണത്തെ ആചാര്യന്മാർ വ്യാഖ്യാനിക്കും. 6 കാണ്ഡങ്ങൾ, 6 ആധാരങ്ങളാണ്. ആ 6 ആധാരങ്ങളും കടന്നു പോകുമ്പോഴാണ് ബ്രഹ്മരന്ധ്രത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് യോഗം കൂടിച്ചേരാനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് നമ്മൾ മഹാദേവനോടൊക്കെ പ്രാർത്ഥിച്ചത് അല്ലേ? പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. പടി 6 കടന്നിട്ട് വേണം എവിടെ എത്താൻ? മഹാദേവനോട് ഐക്യപ്പെടാൻ. ഇങ്ങനെ വേണം നമ്മൾ രാമായണത്തിലേക്ക് എത്താൻ. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഓരോ കാണ്ഡങ്ങളായിട്ട് അതിലെ അർത്ഥത്തെയും തത്വത്തെയും ജ്ഞാനത്തെയും പഠിച്ച് മുന്നേറുമ്പോൾ നമ്മൾ ഏതാണ്ട് അവസാനം എവിടെ എത്തും? യുദ്ധകാണ്ഡത്തിലേക്ക് എത്തും. അപ്പോൾ എവിടെ എത്തിയിട്ടേ ഉള്ളൂ? യുദ്ധകാണ്ഡത്തിലെത്തിയിട്ടേ ഉള്ളൂ അല്ലേ? അങ്ങനെ ആ യുദ്ധകാണ്ഡത്തിലെത്തുമ്പോൾ എവിടെ വെച്ച് യുദ്ധം നടക്കണു? ലങ്കയിൽ വെച്ചിട്ടാണ് യുദ്ധം. ആരൊക്കെ അപ്പോൾ ലങ്കയിൽ പ്രധാനമായിട്ടുള്ള ആൾക്കാർ? രാവണനുണ്ട്. അതൊക്കെ ഒന്ന് പറയാട്ടോ. രാവണനുണ്ട്, പിന്നെ കുംഭകർണനുണ്ട്, വിഭീഷണനും ഉണ്ട്. രാവണ, കുംഭകർണ, വിഭീഷണന്മാരാണ് കാര്യമായിട്ട് ലങ്കയിലുള്ളത്. അപ്പം എന്താ ഈ ലങ്ക എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞല്ലോ, കഥാഭാഗം അല്ല കേട്ടോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ലങ്ക എന്ന് പറഞ്ഞാൽ? രാക്ഷസന്മാർ ഭരിക്കുന്ന ഒരു രാജ്യം. നമ്മുടെ മനസ്സ് തന്നെയാണ് വാസ്തവത്തിൽ ഈ ലങ്ക, വേറെ എവിടെയല്ല. ഇപ്പോൾ ദേവാസുര യുദ്ധം നടക്കണമെന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സങ്കല്പിക്കും ഒരു ഭാഗത്ത് ദേവന്മാരും ഒരു ഭാഗത്ത് അസുരന്മാരും, അവർ തമ്മിൽ യുദ്ധം. ദേവന്മാരൊക്കെ എങ്ങനെയാ? നല്ല സുന്ദരന്മാരാണ് കാണാൻ അല്ലേ? താടി മീശ ഒന്നും ഉണ്ടാവില്ല അവർക്ക്. നല്ല വെളുത്ത പട്ടുവസ്ത്രവും സ്വർണ്ണക്കിരീടമൊക്കെ ഉണ്ടാവും. ഇപ്പുറത്ത് രാക്ഷസന്മാരോ കൊമ്പൻ മീശയൊക്കെ ഉണ്ടാവും. നല്ല കട്ട പുരികങ്ങളൊക്കെ ഉണ്ടാവും. കറുത്ത വസ്ത്രമൊക്കെ ധരിക്കും. ഒരു ഗതയൊക്കെ എന്നെ തോളിൽ വെച്ച് ഹ ഹ ഹ ഹ എന്നൊക്കെ അട്ടഹസിക്കും അല്ലേ? ഇവർ തമ്മിൽ അതിഗംഭീരമായ യുദ്ധം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിത്രീകരിച്ച് വെച്ചത്. യഥാർത്ഥത്തിൽ ദേവാസുര യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ സംഘർഷം തന്നെയാണ് ദേവാസുര യുദ്ധം. ദേവത്വം എന്ന് പറഞ്ഞാൽ നന്മയാണ്, അസുരത്വം എന്ന് പറഞ്ഞാൽ തിന്മയാണ്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ നല്ലതും ചീത്തതും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ദേവാസുര യുദ്ധം. ഇപ്പം രാമരാവണ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ധർമ്മവും അധർമ്മവും തമ്മിലൊരു യുദ്ധം, ന്യായവും അന്യായവും തമ്മിലൊരു യുദ്ധം, സത്യവും അസത്യവും തമ്മിലൊരു യുദ്ധം, ശൗചവും അശൗചവും തമ്മിലൊരു യുദ്ധം. ഇങ്ങനെ ഈ ദ്വന്ദ്വങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ്, സംഘർഷങ്ങളാണ് യുദ്ധം. ഈ യുദ്ധം പട്ടാഭിഷേകത്തോടു കൂടി അവസാനിച്ചിട്ടൊന്നുമില്ല. ഇന്നും നമ്മുടെ ഹൃദയത്തിൽ, മനസ്സിൽ ഈ യുദ്ധം ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കണം. ഒരു ഭാഗത്ത് നന്മയുണ്ട്, ഒരു ഭാഗത്ത് തിന്മയുണ്ട്. ഈ സംഘർഷങ്ങൾ ചിലപ്പോൾ നന്മ ജയിക്കും. അപ്പോൾ നമ്മളെന്ത് പറയും? യുദ്ധത്തിൽ ദേവന്മാർ ജയിച്ചു. ചിലപ്പോൾ തിന്മ ജയിക്കും. അപ്പോൾ നമ്മളെന്ത് പറയും? അസുരന്മാർ ജയിക്കും. പക്ഷെ അസുരന്മാർ ഒരിക്കലും ജയിക്കാൻ നമ്മൾ സമ്മതിക്കും. എന്ന് പറഞ്ഞാൽ തിന്മയ്ക്ക് ജയം കൊടുക്കരുത്. എങ്ങനെയും നമ്മൾ നന്മയെ തന്നെ ജയിപ്പിക്കണം. അപ്പോൾ ലങ്കയിലെ 3 ആളുകളുടെ പേര് പറഞ്ഞു: രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ. ഇവർ 3 ഗുണങ്ങളുടെ പ്രതീകമാണ് എന്ന്. നോക്കൂ, നമ്മുടെ ശരീരമുണ്ടാക്കിയിരിക്കുന്നത് 3 ദോഷങ്ങളെ കൊണ്ടാണ്. 3 ദോഷം. അത് നമുക്കറിയാം. വാദം, പിത്തം, കഫം. ഇതാണ് ശരീരം അല്ലേ? വാദപിത്ത കഫം പറയാം. ചിലർ വാദപ്രകൃതി അധികമാണ്, പിത്തപ്രകൃതി അധികമാണ്, കഫപ്രകൃതി അധികമാണ്. ഇത് 3ഉം ഒരേ നിലയിൽ നിന്നാൽ ശരീരത്തിന് ആരോഗ്യം. രോഗം ത്രിദോഷജനിതം വിപരീതേർ വിപര്യയ. ഇതിലേതെങ്കിലും ഒന്ന് കൂടുകയോ കുറയോ ചെയ്താൽ ശരീരത്തിൻ്റെ ആരോഗ്യമില്ല. ആ അവസ്ഥയാണ് രോഗാവസ്ഥ അല്ലേ? പഴയ വൈദ്യന്മാരൊക്കെ പറയില്ലേ, പിത്തം കോപിച്ചതാണ് അല്ലെങ്കിൽ വാദം കോപിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഏതോ ഒന്നും കൂടി വാദം അധികമായി. അപ്പോൾ ഇതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു സമനിലുണ്ട്, ഒരു യോജിപ്പുണ്ട്, ഒരു റേഷ്യോ എന്നൊക്കെ പറയില്ലേ, ഒരു അളവുണ്ട് അത് 3ഉം തമ്മിൽ. അതിലേതെങ്കിലും ഒന്ന് അധികമായാൽ, ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ
മുളകും മല്ലിയും ഉപ്പും പുളിയും തമ്മിലൊരു കൂട്ടുണ്ട് അല്ലേ? ഇതിലേതെങ്കിലും ഒന്ന് അധികമായി എന്താ ഇപ്പം ചെയ്യുക? മുളക് അങ്ങോട്ട് അധികമായി, ബാക്കിയൊക്കെ പാകാം. മുളക് അധികമായാലോ അയ്യോ എരിഞ്ഞിട്ടത് കൂട്ടാൻ വയ്യ പറയും. ഉപ്പ് അധികമായാലോ അയ്യോ വായിക്ക് വെക്കാൻ വയ്യ എന്ന് പറയും. കുറയാനും പാടില്ല, തീരെ ഉപ്പില്ല എന്ന് പറയും. നോക്കൂ, അപ്പോൾ ഇതിനൊക്കെ ഒരു യോഗം, അതിനാണ് യോഗം എന്ന് പറയുക. ഒരു കൂടിച്ചേരൽ, ഇതിനൊക്കെ ഒരു ഒരുമയുണ്ട്. അത് കൃത്യമായി നിൽക്കുമ്പോഴാണ് മനസ്സ് നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ സത്വരജ തമോ ഗുണങ്ങൾ തമ്മിലൊരു ഐക്യം ഉണ്ടാവണം. അതാണ് മനസ്സിൻ്റെ സമനില. ഇവിടെ സത്വഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു ആര്? വിഭീഷണൻ. സത്വഗുണ പ്രകൃതിയാണ്. തമോ ഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു കുംഭകർണൻ. രജോ ഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു രാവണൻ. ഇതാണ് ഈ 3 കഥാപാത്രം. എന്താ സത്വഗുണത്തിൻ്റെ സ്വഭാവം? സദ്ഗുണങ്ങളൊക്കെയുള്ള മനസ്സിൻ്റെ നിലയാണ് സത്വഗുണം അല്ലേ? എല്ലാവരോടും പറഞ്ഞില്ലേ, കരുണ, സ്നേഹം, ദയ തുടങ്ങിയിട്ടുള്ള നല്ല ഗുണങ്ങളൊക്കെയുള്ള ആ മനോഭാവമാണ് സത്വഗുണം. അവരെ നമ്മൾ സാധാരണ സാത്വികന്മാർ എന്നൊക്കെ പറയില്ലേ? വായിൽ വിരലിട്ട അയാൾ അത് വിചാരിച്ചാലും വിരലിട്ട് നോക്കുമ്പോൾ നമ്മുടെ കടിയൊക്കെ കിട്ടും അല്ലേ? വായിൽ വിരലിട്ട കടിക്കാത്ത അത്രയും ഒരു പാവാണ് എന്ന് പറയും. സത്വഗുണമുള്ള ആൾക്കാർ അദ്ദേഹം വിചാരിക്കും ഇവൻ ഇപ്പോൾ വിവരമില്ലാത്തതുകൊണ്ട് അവൻ എൻ്റെ വായിൽ വിരലിട്ടു, ഞാൻ ഇപ്പോൾ എന്തിനാ കടിക്കാൻ പോകുന്നത്, കുറച്ച് കഴിയുമ്പോൾ അവൻ വിരലെടുത്തിട്ട് പൊക്കോളും അല്ലേ? അപ്പോൾ സാത്വികന്മാർ അങ്ങനെയാണ്. ആരും ഉപദ്രവിക്കാൻ അവർക്ക് ഇഷ്ടമല്ല. ക്ഷമയുണ്ടാവും, കാരുണ്യം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, ദയ ഉണ്ടാവും, പ്രേമം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. രജോ ഗുണം എങ്ങനെയാ? അത്ര ക്ഷമയൊന്നും ഉണ്ടാവില്ല. ഒന്ന് പറഞ്ഞ അടുത്തേന് അടി ഇടി പിടി ഒക്കെ ഉണ്ടാവും അല്ലേ? ദേഷ്യമാണ് മുമ്പിലുണ്ടാവുക. അവർ കഴിക്കണ ആഹാരം അങ്ങനെ ആയിരിക്കുന്ന എന്നാണ് പറയുക. മനസ്സെങ്ങനെ ഉണ്ടാവണു? കഴിക്കണ ആഹാരത്തിൽ നിന്ന് ഉണ്ടാവണു എന്നാ. അപ്പം നമ്മുടെ മനസ്സ് രൂപപ്പെടുന്നത്, ഈ ഗുണങ്ങളൊക്കെ രൂപപ്പെടുന്നത് സ്വീകരിക്കുന്ന ആഹാരത്തിൽ നിന്നാണ്. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, എനിക്ക് ഭക്ഷണമായി എങ്ങനെയൊന്നും പോരാ, കുറച്ച് എരിവും വേണം, കുറച്ച് ഉപ്പും വേണം, കുറച്ച് പുളിയും വേണം. ഇങ്ങനെ ധാരാളം എരിവും ഉപ്പും പുളിയൊക്കെ അധികം കഴിച്ചാൽ രജോ ഗുണമാണ് കൂടുക. ഊണ് കഴിക്കാതിരുന്നാൽ കടുമാങ്ങയുടെ ആ പാത്രം അല്ലെങ്കിൽ കുപ്പി കൊണ്ടും, എന്നിട്ടോ മാങ്ങയൊന്നും വേണ്ട, ചോറൊക്കെ വാർക്കണ പോലെ അടപ്പിലൂടെ അങ്ങനെ ഊറ്റും അല്ലേ? അപ്പം എന്തായി? ഗുരുതി കലക്കിയതുപോലെ കുറേ ചൊകം തന്നെ. 2 കൊണ്ടാട്ടമുളക് ഇങ്ങനെ പൊടിച്ച് മേലെ വെതറും, 2 ചീരമുളക് ഇങ്ങനെ ഉടച്ച് ചേർക്കും, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടും, 10 പപ്പടം പൊട്ടിക്കും, ഇതൊക്കെ കൂടി പിടിച്ചിട്ട് നമ്മളൊക്കെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. മൂപ്പർക്ക് അതൊന്നൊരു വിഷയമല്ല, സുഖമായിട്ട് കഴിച്ചിട്ട് ആണീറ്റ് പോകും. എന്താ? രജോ ഗുണം അത്ര ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ ആരൊക്കെങ്കിലും ദേഷ്യം അധികം ഉണ്ടെങ്കിൽ നിങ്ങൾ പരിചയിച്ചോളൂ. എന്താ? ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അമ്മമാരിലെ കൂടുതൽ ഇതൊക്കെ ഒന്ന് കുറയ്ക്കുക, ഉപ്പ് കുറച്ച് കുറയ്ക്കുക, എരിവ് കുറച്ച് കുറയ്ക്കുക, പുളിയൊക്കെ കുറയ്ക്കുക. അപ്പോൾ ഒറ്റയടിക്ക് കുറയ്ക്കരുതേ, പിന്നെ നാളെ അങ്ങോട്ട് വരാണ്ടാവില്ല. പതുക്കെ കുറയ്ക്കുക കുറേശ്ശെ. അങ്ങനെ ആകുമ്പോഴോ ദേഹത്തിൻ്റെ ദേഷ്യം അല്ലെങ്കിൽ വീട്ടിൽ മറ്റുള്ളവരുടെ ദേഷ്യമൊക്കെ കുറേശ്ശെ കുറയും. അതാണ് രജോ ഗുണം. തമോ ഗുണം എന്താ? തമോ ഗുണത്തിൻ്റെ സ്വഭാവം മടി, ഉറക്കം, ആലസ്യം. തമോ ഗുണപ്രകൃതികൾ അങ്ങനെയാണ്. ഇരിക്കേണ്ട താമസം. അപ്പോൾ ഇവിടെ രാമായണം കേൾക്കാനാവും ഇരിക്കണത്. ഫാനൊക്കെ ഇങ്ങനെ കൊള്ളുമ്പോഴേ കുറച്ച് കഴിയുമ്പോൾ അറിയാണ്ട് ഇങ്ങനെ അതെന്താ? അത് തമോ ഗുണമാണ്. ബസ്സിൽ കയറി ഇരിക്കേണ്ട താമസം ഉറങ്ങിയിട്ടുണ്ടാവും, പിന്നെ കണ്ടക്ടർ വന്ന് തോണ്ടുമ്പോഴാണ് എന്ന് പറഞ്ഞ് കണ്ണ് തുറക്കുക. അതൊക്കെ തമോ ഗുണമാണ്. ഇത്ര ആളുകളുണ്ടായാലും ഇരിക്കും. പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ മാറ്റി വയ്ക്കുക. അവർ ഇന്ന് പോകാൻ പറഞ്ഞാൽ ഇന്നിപ്പോൾ പോകണം, നാളെ പോവാം, നാളെ ആയാലോ അടുത്ത ആഴ്ച പോവാം. നമുക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കുക. ഇതൊക്കെ ഇതൊന്നും നമ്മുടെ കുഴപ്പമില്ല. എന്താ? നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഈ തമോ ഗുണം എങ്ങനെ ഉണ്ടാവുക എന്നറിയോ? തണുത്ത ആഹാരം, പഴകിയ ആഹാരം കഴിക്കുന്നവർക്കാണ് തമോ ഗുണം. പഴകിയ ആഹാരം അല്ലേ? ഇപ്പോൾ അമ്മമാരൊക്കെയാണ് കൂടുതലത് കഴിക്കുക. എന്താ? അവനവൻ വെച്ചുണ്ടാക്കുന്നതാണ്, അത് കളയാൻ ഒരു മടി ഉണ്ടാവും. അപ്പോൾ ബാക്കി വന്നത് മുഴുവനെ കഴിച്ചു വിടും. അങ്ങനെ കഴിക്കരുത് എന്നാ അല്ലേ? ആവശ്യമുള്ളത് ഉണ്ടാക്കുക, എന്നിട്ടോ ഈ പഴയത് എടുത്ത് കഴിക്കാതിരിക്കുക. അങ്ങനെ കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഈ തമോ ഗുണം കൂടും. അതാണ് കുംഭകർണൻ. ഏത് സമയം എന്താ സ്വഭാവം? ഉറങ്ങുക. തമോ ഗുണത്തിൻ്റെ ആളാണ്. നമ്മൾ കുംഭകർണനെ കളിയാക്കൊന്നും വേണ്ട. അദ്ദേഹം 6 മാസേ കൊല്ലത്തിൽ ഉറങ്ങണുള്ളൂ. 6 മാസേ ഉറങ്ങണുള്ളൂ. ഞാൻ പറഞ്ഞൊരു കണക്ക് പറഞ്ഞോളൂ. ഒരു ദിവസം 24 മണിക്കൂറാണല്ലോ നമുക്കൊക്കെ. 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയും. രാത്രി നമ്മളൊക്കെ എന്താ ചെയ്യണത്? ഉറങ്ങുന്നതാണ്. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ നേർപകുതി 12 മണിക്കൂർ നമ്മൾ ഉറങ്ങണു. അങ്ങനെ നോക്കിയാൽ ഒരു മാസത്തിൻ്റെ നേർപകുതി 15 ദിവസം നമ്മൾ ഉറങ്ങണു. ഒരു വർഷത്തിൻ്റെ നേർപകുതി 6 മാസം നമ്മളും ഉറങ്ങുന്നതാണ്. ഇപ്പോൾ കുംഭകർണനൊന്നും കളിയാക്കണ്ട. ഒരു പക്ഷേ നമ്മൾ ഉറങ്ങണ സമയം വെച്ച് നോക്കിയാൽ
ഈ കുംഭകർണനെ വരെ തോൽപ്പിക്കണ കർണന്മാരും കർണികളൊക്കെ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. പകൽ ഉറങ്ങുന്നതോട് കൂട്ടി നോക്കിയാൽ മതി അല്ലേ. അപ്പം തമോ ഗുണമാണ് ഉറക്കം, സത്വഗുണം വിഭീഷണൻ, രജോ ഗുണം രാവണൻ, തമോ ഗുണം കുംഭകർണൻ. ഈ 3 ഗുണങ്ങളും നമ്മുടെ മനസ്സാണ്. ഈ മനസ്സ് തന്നെയാണ് ലങ്ക. അവിടെ രാമലക്ഷ്മണന്മാരോട് നമുക്ക് യുദ്ധം ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അതൊരു യുദ്ധമെന്ന് മാത്രമല്ല, പിന്നെയോ ഈ ഗുണങ്ങളെ മാറ്റാൻ. അതുകൊണ്ടാണ് ആദ്യം തന്നെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരാൾ അവിടെ പോയി ചേർന്നിട്ടുണ്ട്. ആരാ? വിഭീഷണൻ. സത്വഗുണാണ്. അദ്ദേഹം യുദ്ധത്തിലൊന്നും നിന്നില്ല. യുദ്ധം തുടങ്ങണ കേട്ടപ്പോൾ തന്നെ ഭഗവാന്റെ പാദങ്ങളിൽ പോയിട്ട് നമസ്കരിച്ചു. ഒറ്റയ്ക്കല്ല പോയത്, 4 മന്ത്രിമാരുടെ ഒപ്പാണ് പോയത് അല്ലേ. ഏതായി 4 മന്ത്രിമാർ? ജീവൻ്റെ 4 അവസ്ഥ: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം. അതാണ് ഈ 4 അവസ്ഥ. ആ 4 അവസ്ഥകളോടുകൂടി ജീവൻ അല്ലെങ്കിൽ മനസ്സ് ഭഗവാനെ ആദ്യമേ ശരണം പ്രാപിച്ചു. സത്വഗുണം ആദ്യമേ ആരിലേക്ക് എത്തും? ഭഗവാനിലേക്ക് എത്തും. അപ്പോൾ അതാണ് യുദ്ധം എന്നൊക്കെ പേരിൽ ഇവിടെ നമ്മൾ കഥയൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ രാമായണനെ വായിക്കുമ്പോൾ അവിടെ അമ്പെടുത്തു, ഇവിടെ വില്ലെടുത്തു, അവിടെ വാളെടുത്തു, അപ്പോൾ അങ്ങോട്ട് ചെയ്തു, ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ യുദ്ധത്തിൻ്റെ രസകരമായ ഒരു ചിത്രീകരണം മാത്രമാണ്. ഇതറിഞ്ഞിട്ട് വേണം യുദ്ധകാണ്ഡത്തിലേക്കൊക്കെ നമ്മൾ കടക്കാൻ. യുദ്ധ ആരംഭം. വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ട് ഇരിക്കും ദശാന്തരെ, യുദ്ധത്തിനായി രജനീചരവീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധൗ. രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോടുവിൽ വാങ്ങിനാൻ. 10 കിരീടവും കൈകളിരുപതും വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാർദ്ധേന ഖണ്ഡിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴേത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി ചരിച്ചിടിനാൻ. മുഖ്യ പ്രഹസ്ത പ്രമുഖ പ്രവരന്മാർ ഒക്കവേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ പുക്കടച്ചത്യന്ത ഭീത്യാ വസിക്കയില്ലത്ര നാം. ഭേരീമൃദം ഗടക്കാ പണവാനാഗദാരുണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണാശോഷ്ട്രഹരഹരി ശാർദൂല സൈരിഭസ്യന്തന മുഖ്യയാനങ്ങളിൽ ഗഡ്ഗശൂലേഷു ചാപ പ്രാസ തോമരമുൽഗരയഷ്ടി ശക്തിച്ചുരികാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ടസ്തഭിത്യാജവം യുദ്ധസന്നദ്ധരായി ഉദ്ധത ബുദ്ധിയോട് അബ്ദികൾ അദ്രികൾ ഉർവിയും തൽക്ഷണമുദ്ധൂതമായത് സത്യലോകത്തോളം. ആ യുദ്ധത്തിൻ്റെ ഒരു തുടക്കം കാണുക. ഈ രാക്ഷസന്മാരെ കുറിച്ച് പറയും. അവരെങ്ങനെയാണെന്നറിയോ? യുദ്ധലാലസ എന്നാ പറയുക. യുദ്ധക്കൊതിയുള്ള ആൾക്കാരാണ് രാക്ഷസന്മാർ. ഒരു യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്ര ഒരു സന്തോഷം അവർക്ക് വേറെ ഇല്ല. അഹം പൂർവം അവരെങ്ങനെയാ അത്ര യുദ്ധരംഗത്തേക്ക് പോവുക? അഹം പൂർവം. ഞാനാദ്യം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ യുദ്ധരംഗത്തേക്ക് പുറപ്പെടുക. നമ്മളോ? അഹം പശ്ചാത്. ആദ്യം നിങ്ങളൊക്കെ പോയിക്കോളൂ, പിന്നെ പുറകിൽ ഞാൻ അല്ലേ. അഹം പശ്ചാത് എന്നാ. എന്നാൽ യുദ്ധലാലസന്മാരായിരിക്കുന്ന രാക്ഷസന്മാർക്ക് അങ്ങനെ പിന്നിക്ക് നിൽക്കില്ല. അവർക്കൊരു യുദ്ധം എന്ന് പറഞ്ഞാൽ അത്ര സന്തോഷം. എന്താ വീരൊക്കെ പ്രകടിപ്പിക്കാം അല്ലേ. 2 ആളെ കൊല്ലാൻ കഴിഞ്ഞാൽ എത്ര സന്തോഷം അവർക്ക് ഉണ്ടാവുകയെന്നറിയും. അതിനുവേണ്ടി അവരൊക്കെ തയ്യാറായി എന്ന. വാനരസേനയും കണ്ട് അകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരേ. ഇന്നലെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടാവുക. ആ യുദ്ധത്തിനൊക്കെ തയ്യാറായ ശേഷം രാവണൻ തൻ്റെ മന്ത്രിമാരോടൊപ്പം ലങ്കയുടെ ഗോപുരങ്ങളിൽ ചെന്ന് നിന്ന് ആ രാമസൈന്യത്തെ, വാനരസൈന്യത്തെ ഇങ്ങനെ നോക്കി കണ്ടു. ആ നോട്ടത്തിൽ എന്തുണ്ടായി? വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ട്. ഉള്ളിൽ നല്ല ബഹുമാനം തോന്നി എന്ന അല്ലേ.
നമ്മൾ പറയില്ലേ പ്രതിപക്ഷ ബഹുമാനം എന്നൊക്കെ പറയും അല്ലേ. ശത്രുവിൻ്റെ വീര്യത്തെയൊക്കെ കാണുമ്പോൾ തരക്കെടില്ല, എന്നോട് യുദ്ധം ചെയ്യാൻ മാത്രമൊക്കെ ഇവരുണ്ട് എന്നൊരു ധാരണ രാവണന് വന്നു എന്നാണ്. തുടർന്ന് ആദ്യത്തെ ദിവസം യുദ്ധരംഗം രാവണനെ കണ്ട കോപിച്ച് രാഘവദേവനും സൗമിത്രിയോട് വിൽ വാങ്ങിനാൻ. രാവണനെ കണ്ട് ദേഷ്യം കണ്ട സമയത്ത് തന്നെ ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണകുമാരിൽ നിന്ന് ആ വില്ല് ഇങ്ങോട്ട് എടുത്തു എന്ന് മാത്രമല്ല അസ്ത്രങ്ങളൊക്കെ തൊടുത്തു. 10 കിരീടവും കൈകൾ 20 വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാർദ്ധേന ഗണ്ഡിച്ച നേരത്തു രാവണൻ. ഈ യുദ്ധത്തിന് ഒരു രീതിയൊക്കെ ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ധർമ്മയുദ്ധം എന്നൊക്കെയാ പറയുക അല്ലേ. ഇപ്പോൾ മഹാഭാരത യുദ്ധത്തൊക്കെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിച്ചത് ധർമ്മയുദ്ധമാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീത തുടങ്ങുന്നത് തന്നെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രയാണ്, ധർമ്മക്ഷേത്രമായ ആ കുരുക്ഷേത്ര ഭൂമിയിൽ. ഇപ്പം ധർമ്മയുദ്ധത്തിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. എന്താ നിബന്ധന? ഉദയം മുതൽ അസ്തമയം വരെ മാത്രമേ യുദ്ധം ചെയ്യാൻ പാടൂ. പിന്നെയോ ആനപ്പുറത്തിരിക്കുന്നയാൾ ആനപ്പുറത്ത് വരുന്ന എതിരാളിയോട് മാത്രമേ യുദ്ധം ചെയ്യാൻ പാടൂ. കുതിരപ്പുറത്ത് വരുന്ന ആൾ കുതിരപ്പുറത്തിരിക്കുന്നവരോട് യുദ്ധം ചെയ്യണം. കാലാൾ പടയാളികൾ പരസ്പരം യുദ്ധം ചെയ്യാം. എന്താ ഈ ആനപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു കാലാൾ പടയാളിയെ കൊല്ലാൻ വലിയ വിഷമമില്ല, പെട്ടെന്ന് സാധിക്കും അല്ലേ. അത് പാടില്ല എന്നാ. അപ്പോൾ സമതയോട് കൂടിയിട്ട് പരസ്പരം അല്ലേ, ആനപ്പുറത്തിരിക്കുന്നവനോട് കുതിരപ്പടയാളികൾ തമ്മിൽ രഥത്തിൽ വരുന്നവർ അവർ തമ്മിൽ ഇങ്ങനെയൊക്കെ വേണം യുദ്ധം ചെയ്യാൻ എന്നാ. പിന്നെയോ യുദ്ധത്തിൽ ആദ്യം തന്നെ ശത്രുവിൻ്റെ തലയെറുക്കലൊന്നല്ല, അതിനൊക്കെ ഒരു രീതി ഉണ്ട്. അപ്പോൾ രഥത്തിലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ആദ്യം എന്താ അത്ര ചെയ്യുക? ആ രഥത്തിൽ പൂട്ടിയ കുതിരകളെയാണ് അത്ര ആദ്യം വധിക്കുക. കുതിരകളെ വധിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? ആ കുതിരകളെ നിയന്ത്രിക്കുന്ന സാരഥി, ആ ഡ്രൈവർ, അദ്ദേഹത്തെയാണ് രണ്ടാമത് ഇല്ലാണ്ടാക്കുക. പിന്നെ ഈ രഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ കൊടിയടയാളം ഒരു ധ്വജസ്തംഭമൊക്കെ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ അർജുനന് മഹാഭാരത യുദ്ധത്തിൽ കൊടിയടയാളമായിട്ട് ഇരുന്നത് ആരാ? ആഞ്ജനേയസ്വാമിയാണ്. അപ്പം അതുപോലെ ആ കൊടിയൊക്കെ മുറിച്ചിടുക. ഈ രഥത്തിൽ ഇദ്ദേഹത്തിന് അലങ്കാരമായിട്ട് വെൺകൊറ്റക്കൊടകളോ വെഞ്ചാമരങ്ങളോ ആലവട്ടങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇല്ലാണ്ടാക്കുക. പിന്നെയോ ഇദ്ദേഹത്തിന് ശിരസിൽ വെച്ച കിരീടം ഉണ്ടെങ്കിൽ ആ കിരീടമൊക്കെ തെറിപ്പിച്ച് കളയുക. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടെങ്കിൽ ആ ആയുധങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കുക. ഇത്രയും കഴിഞ്ഞിട്ടാണ് നേർക്ക് നേരുള്ള യുദ്ധം. എങ്ങനെയാണ്? അപ്പോൾ നോക്കൂ, അതിനൊരു ക്രമമുണ്ട് എന്ന്. അതുകൊണ്ട് അവിടെ പറഞ്ഞത് 10 കിരീടവും 20 കൈകളും. ആ കിരീടങ്ങളൊക്കെ തെറിപ്പിച്ചു. തുടർന്ന് പറയും വൃത്രനോടൊത്ത ശരീരം എന്ന. വൃത്രാസുരനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ. ഒരു പക്ഷേ പുരാണങ്ങളിലൊക്കെ ഏറ്റവും വീരശൂര പരാക്രമിയായിട്ടുള്ള അത്രയും എന്താ പറയുക ഉയർന്ന ശാരീരിക ക്ഷമതയുള്ള ഒരസുരനായിട്ട് പറയുന്ന ആളാണ് വൃത്രാസുരൻ. ഓർമ്മയ്ക്കുണ്ടാവും, ദേവഗുരുവായ ബൃഹസ്പതി അല്ലേ മാറി നിന്നപ്പോൾ പകരം തൊഷ്ടാവ്, കഥയൊക്കെ നമുക്കറിയാം, വിശ്വരൂപനെയൊക്കെ അവിടെ എന്താ പറയുക ആചാര്യനായിട്ട് വരിക്കണതും അത് വധിക്കണതും. തുടർന്നാണ് വൃത്രൻ ഇന്ദ്രനുമായിട്ട് യുദ്ധത്തിന് വരുന്ന രംഗം. അവിടെ വൃത്രനെ ഉണ്ടാക്കുമ്പോൾ ഇന്ദ്രശത്രോ വിവർദ്ധസ്വ അല്ലെ, ഭാഗവത്തിലൊക്കെ ആ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ദ്രനെ കൊല്ലാൻ പറ്റുന്ന ഒരു പുത്രനുണ്ടാവട്ടെ എന്നായിരുന്നു യാഗത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ സ്വരിതം പഴച്ചു പോയി. ഈ വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ ഉദാത്തം അനുദാത്തം സ്വരിതം എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ടുണ്ടാവും, നീട്ടി കുറിക്കൊക്കെ ചൊല്ലുമല്ലോ, മാത്രകളൊക്കെ ഇങ്ങനെ നിയന്ത്രിച്ച്. ഇപ്പോൾ നമ്മൾ ശ്ലോകം ചൊല്ലുന്ന പോലെ അല്ലല്ലോ വേദം ചൊല്ലുക. അതിന് ആ മാത്രകൾക്കൊക്കെ ഒരു കണക്കുണ്ട്. അതിലെവിടെയും ഒരു സ്വരിതം പഴച്ചുകൊണ്ട് ഇന്ദ്രനെ കൊല്ലാൻ പറ്റുന്ന ഒരു കുഞ്ഞുണ്ടാവട്ടെ എന്നുള്ളതിന് പകരം എന്ത് സംഭവിച്ചു എന്നറിയോ? ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്നൊരു കുഞ്ഞ് ഉണ്ടാവട്ടെ. അങ്ങനെയാണ് ആരുണ്ടാവണത്? വൃത്രൻ. അപ്പം പറഞ്ഞത് ആ വൃത്രാസുരനെയാണ് ഏറ്റവും ശക്തനായ ഒരു അസുരനായിട്ടൊക്കെ വർണ്ണിക്കുക. അതവിടെ പറഞ്ഞത് പ്രത്യേകം. വൃത്രനോടൊത്ത ശരീരവും പോരാ, ശൗര്യവും. ശരീരം മാത്രം പോരാ, എന്തുകൂടി വേണം? ശൗര്യവും വേണം. പൊണ്ണത്തടി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അതിനുള്ള ഊർജം കൂടി വേണം അല്ലേ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കണ്ടു. 10 കിരീടങ്ങളും കുടയും, ആ വെൺകൊറ്റക്കുടയും കിരീടങ്ങളൊക്കെ ഇല്ലാണ്ടായി. നാണിച്ചു രാവണൻ. നോക്കൂ, ആ നാണിച്ചു എന്നൊക്കെ പറയുന്നതിലൊക്കെ രാവണൻ്റെ ഒരു ആർജവം കാണാം അല്ലേ.
സങ്കടമൊന്നുമല്ല തോന്നിയത്, നാണാ തോന്നിയത്. അയ്യയ്യയ്യേ, ഒരു മനുഷ്യൻ്റെ കൈ കൊണ്ട് കുറേ കുരങ്ങന്മാരും ഉണ്ട് ഇവിടെ അല്ലേ, എൻ്റെ ആ പ്രൗഢിയൊക്കെ പോയില്ലേ, ഞാനിനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, നാണം കെട്ടു എന്ന ഒരു തോന്നൽ, ലജ്ജയാണ് രാവണനുണ്ടായത്.